എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. SKN ഇപ്പോൾ നമുക്ക് ഒരു അല്പം പ്രേക്ഷകരോട് നമുക്കൊന്ന് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ അവതാര പുലികൾ 12 മണി വരെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ വാർത്തകൾ ഈ തിരുവോണ നാളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ വന്നാൽ ആ വാർത്തകൾ കൂടി പ്രേക്ഷകരെ അറിയിക്കും. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്, അത് KR ഗോപികൃഷ്ണൻ കൂടി പറയും. അതൊരു അല്പം ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ്. അത് മലപ്പുറത്ത് നടുവത്ത്, അതായത് അവിടെ നിപ്പ ഉണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഒരു യുവാവ് മരിച്ചിരുന്നു. അത് നിപ്പ മൂലമാണോ എന്ന സംശയം ഉണ്ടായിരുന്നു. ഏതായാലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു പ്രാഥമിക സമ്പർക്ക പട്ടിക ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 26 പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറായിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ഉണ്ട് മലപ്പുറത്ത്. വിപിൻ, ഇന്നലെ ആ യുവാവിന്റെ മരണം നിപ്പ മൂലമാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഏതായാലും ഫലത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള. ഈ പ്രാഥമിക സമ്പർക്ക പട്ടിക ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞു എന്നാണല്ലോ നമ്മൾ അറിയുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരം? അതെ ഗോപികൃഷ്ണൻ, ഇന്നലെ തിരുവാലി പഞ്ചായത്തിൽ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ യോഗം ചേർന്നിരുന്നു. ഇതിലാണ് ഇപ്പോൾ പ്രാഥമിക ആയിട്ടുള്ള ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ യുവാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 26 പേരെയാണ് പ്രൈമറി കോൺടാക്റ്റായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള, അതായത് ആശുപത്രികളിൽ നിന്നടക്കമുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവരുടെ അടക്കം കോൺടാക്ട് ലിസ്റ്റ് എടുക്കണം. ഇനിയിപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ബലം കാത്തിരിക്കുകയാണ്. ഈ ബലം വന്നാൽ മാത്രമേ നിപ്പയാണ് എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയുള്ളൂ. ഇപ്പോൾ കോഴിക്കോട്ട് നിന്നുള്ള ബലമാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട്ട് നിന്നും ഇത് പോസിറ്റീവ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ അതിനെ എടുക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നുള്ളതാണ് ആദ്യ നടപടിയായി കടന്നിരിക്കുന്നത്. 23-ാം തീയതിയാണ്, അതായത് ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഈ 24-കാരൻ നാട്ടിലേക്ക് വരുന്നത്. അത് കാലിന് വയ്യാതെയായിരുന്നു നാട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ പനി ബാധിച്ചു. ഈ സെപ്റ്റംബർ 4-ാം തീയതി പനി ബാധിച്ചു. അത് പിന്നെ ഒരു മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ കാണിച്ചത്. ആദ്യം വണ്ടൂരിലെ ഒരു ആശുപത്രിയിൽ കാണിച്ചു. അവിടെ നിന്നും ഭേദമാകാത്തതിനാൽ രോഗം മൂർച്ഛിക്കുകയും അവിടെ നിന്നും പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവിടെ വെച്ച് തിങ്കളാഴ്ചയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ സംശയം തോന്നിയതിനെ തുടർന്നാണ് സാമ്പിളുകൾ എടുക്കുകയും അത് കോഴിക്കോട്ടത്തെ ലാബിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലാണിപ്പോൾ നിപ പോസിറ്റീവ് ആയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ 2 മാസം മുൻപ് ഇപ്പോൾ നിപ ബാധിച്ച് ഇവിടെ ഒരു 12 വയസ്സുകാരൻ മരിച്ചിരുന്നു. ഏകദേശം 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ചെമ്പ്രശ്ശേരിയും അതുപോലെ തന്നെ ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്ന നടുവത്തും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയാണ്. ഗോപികൃഷ്ണൻ. വിപിൻ സി വിജയനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. SKN, അപ്പോൾ അവിടെ ഒരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഓണക്കാലമാണെങ്കിലും ജാഗ്രതയൊക്കെ വേണം. അതെ. SKN, ഒരു ഗുരുതരമായ ആരോപണം ഒരു ഓമനകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രേക്ഷക ഉന്നയിച്ചു. എന്താണ് നമ്മുടെ ഈ ഉന്മേഷ് ശിവരാമൻ എന്താ ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നതെന്നാ ചോദിക്കുന്നത്. അത് എന്താ പറയുക, പുള്ളി PhD കിട്ടിയതിനു ശേഷം ഗൗരവക്കാരനായി. അതെ, അപ്പൊ ഡോക്ടർ അച്ഛൻ നന്നായി സംസാരിക്കുന്നു, മകൻ മൗനത്തിലേക്ക് മടങ്ങുന്നു. അങ്ങനൊന്നുമില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന സന്ദർഭം വന്നാൽ ഞാനങ്ങ് സംസാരിച്ചു, പിന്നെ അങ്ങ് നിർത്തൂല. ഇല്ല, പിന്നെ തുടങ്ങിയാൽ പിന്നെ നിർത്തിക്കാൻ പറ്റും. അതെ അതെ, അതുകൊണ്ട് വിട്ടാതെ നിൽക്കുന്നത്. അപ്പൊ എനിക്കൊന്ന്, അപ്പൊ ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഡോക്ടർ ഉന്മേഷ് ശിവരാമന്റെ ഡോക്ടറല്ലേ, കുപ്പിയും ഒക്കെ ആയിട്ട് ഇടുക്കിയിൽ വീട്ടിൽ ആരും വന്ന് കയറുന്നില്ലല്ലോ. ഇത് PhD ഡോക്ടറാണെന്ന് എടുത്തു പറയണം അല്ലേ. വയറിളക്കത്തിന് മരുന്ന് തേടി ആരും വരരുത് അല്ലേ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഒരു കവിത ചൊല്ലേണ്ടി വരും. കവിത പറയുക, ഞാൻ ചൊല്ലൂല. പറയും. കുഞ്ഞിരാമായണം അല്ലേ അതല്ലേ പുതിയ എഴുതിയിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ടെക്സജു കാവുമ്പുറം പറയും. SKN, എന്തൊക്കെയാണെങ്കിലും കൃഷ്ണ ടീച്ചർക്ക് സൂചി പേടിയാണ്. അങ്ങനെയുണ്ടോ? സൂചി പേടിയാന്നോ? ഓ, നല്ല കാര്യം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പേടിക്കണമല്ലോ. എല്ലാ 24 കുടുംബാംഗങ്ങൾക്കും ഓണാശംസകൾ. പല പ്രേക്ഷകരും ഓണാശംസകൾ നേരുന്നു. നിങ്ങൾക്കെല്ലാം തിരുവോണ ദിനാശംസകൾ നേരുകയാണ്. ആഷ്മി എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആഷ്മി ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ മണിയുടെ മീഡിയ സിറ്റിക്ക് അടുത്തുള്ള ഹെലിപ്പാഡിൽ ആഷ്മി വന്നിറങ്ങിയാലും അത്ഭുതമില്ല. എന്താ വെച്ചാൽ ഞെട്ടി നോക്കുന്നത് അല്ലേ. ഞാൻ തള്ളിയതെന്ന് വിചാരിച്ചു. അത് തള്ളിയതല്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ കമൽഹാസൻ ഇവിടുത്തെ ഹെലിപ്പാഡിൽ, മണിയുടെ ഹെലിപ്പാഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിനി ഈ വിജയകുമാറിന് ഒരു സംശയം, ഞാൻ തള്ളിയതാണോ? വിജയകുമാറിനെ ഞാൻ ജീവനോടെ ഇവിടെ ഇറക്കും. SKN ഒരു ഹെലികോപ്റ്റർ പുതുതായിട്ട് ഓർഡർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഉടനെ മേടിക്കും. അത്രയും തള്ളല്ലേ എന്റെ വിജയ. നമ്മള് മാത്രല്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, MA യൂസഫിൽ ഇപ്പൊ ഒരു പുതിയ ഫ്ലൈറ്റ് 550 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത് വേണേ നമ്മുടെ എയർപോർട്ടിൽ ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലത് വിജയനെ കരുതിയാ പോലെ. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഹെലിപ്പാഡൊക്കെ സജ്ജമാണ് ഈ മീഡിയ സിറ്റിയിൽ. അതൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ആൾക്കാർക്ക് ഇറങ്ങാനൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് പ്രേക്ഷകരെ കൂടി ഒരിക്കൽ ഈ മീഡിയ സിറ്റിയിൽ കൊണ്ടിറക്കുന്ന കാലമാണ് ഞാൻ ആലോചിക്കുന്നത്.
ഒരു സെക്കൻഡ് നിങ്ങൾ ഇത്രയും നന്നായി കളിക്കുമെന്ന് വിചാരിച്ചില്ല. ഇവിടെ 2-3 പേരോടെ കളിപ്പിക്കുന്നുണ്ട്. പ്രവിത ലക്ഷ്മി, അനുജ, ശ്രീനിത, കൃഷ്ണ, ഇവരുടെ കൂടെ ഒന്നുകൂടെ കളിക്കുക. ഒന്നുകൂടെ ഒന്ന് നോക്ക് ഒരു അറ്റംപ്റ്റ് ഓണമല്ലേ? അനുജ, പ്രവിത ഒരു അറ്റംപ്റ്റ് നോക്കി ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കി. റെഡി, ഒരു സ്റ്റെപ്പ്. പ്രവിത ലക്ഷ്മി, യെസ്. സൂപ്പറായി. താങ്ക് യു കൃഷ്ണ, താങ്ക് യു പ്രവിത ലക്ഷ്മി, താങ്ക് യു ശ്രീനിത. ഇത് ഇവര് കളിക്കത്തില്ല, ഞാൻ കയറി കളിക്കാൻ ആലോചിച്ചു. ഇവരെന്നെ പുറത്താക്കും. ഗംഭീരായി. മാത്രമല്ല നമ്മുടെ വാർത്താവതാരകര് എന്ത് പണിക്ക് റെഡിയാന്നുള്ളത്. നിങ്ങൾ ബാക്കിലോട്ട് വന്നു, ഞങ്ങൾ ഫ്രണ്ടിലോട്ട്. പരാതിയുണ്ട്. ആ കുട്ടിയുടെ കാലിൽ ടീച്ചർ ചവിട്ടി. കൃഷ്ണ ചവിട്ടി. കൃഷ്ണ നിങ്ങൾ എന്തായാലും കുറെ നേരം ഈ മയിൽപ്പീലി ഞാൻ പിടിച്ചോണ്ട് നടക്കുന്നു. ഇത് ഈ നൃത്തം ചെയ്താലേ ഏറ്റവും നല്ലൊരാൾക്ക് ഈ മയിൽപ്പീലി കൊടുക്കാം. ഒരു കാര്യം ചെയ്യും, തിരിച്ചു കൊടുക്കണമായിരുന്നു. അവസരം മുതലെടുക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, ആർക്കെങ്കിലും കൊടുക്കണം. ഡോക്ടർ ഉന്മേഷിന് കൊടുത്തരും. അല്ലല്ല, അത് മോശമായി പോയി. ജെയിംസ് സാർ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാ. ഈ തിരുവോണ ദിവസമായി അതെ, അന്നേരം പ്രേക്ഷകരോട് SKനെ കുറിച്ചുള്ള ഒരു രഹസ്യം മുട്ടിക്കാൻ പോകണം. ഈ ഓണക്കാലത്ത് എന്ത് ലൈസൻസ് എടുക്കാം, പക്ഷെ നാളെ ഇതും കൊണ്ട് ഇറങ്ങി. എനിക്ക് SKനെ കുറിച്ചുള്ള രഹസ്യമാണ് പറയാൻ. ഇത് കൈ തന്നെ ഇരിക്കട്ടെ. ആർക്ക് കൊടുക്കാനുണ്ട് ജെയിംസ് സാറിന്? ഇപ്പിയുടെ ധർമ്മപത്നി വീട്ടിൽ നിന്ന് ആലോചിക്കുക, ഒരു മയിൽപ്പിലി തുണ്ടിന്റെ ഓർമ്മയ്ക്ക്. ഞാൻ ആ രഹസ്യം പൊട്ടിച്ചോട്ടെ. ശരി, പൊട്ടിച്ചോളൂ. പ്രേക്ഷകർക്ക് അറിയുമോന്നറിയില്ല, SKന്റെ ഒരു ആത്മകഥ ക്യാമറ ഇവിടെ ആത്മകഥ ഉടൻ ഇറങ്ങുന്നു. കുറെ തലകൾ ഉരുളുമെന്നാണ് SKN പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. എന്റെ ആത്മകഥ ആരെഴുതും? ശരിക്കും ഉണ്ടല്ലോ, എന്റെ ഭാര്യ ഞാൻ ആത്മകഥ എഴുതുന്നതിനെതിരാണോ? പുള്ളിക്കാരിയുടെ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി വിചാരിക്കുന്നറിയോ, എല്ലാം തുറന്നെഴുതി കളയുമെന്ന്. കൂടുതലൊക്കെ തുറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് പ്രദീപെ നമ്മള് ഇപ്പൊ വിചാരിക്കുന്നത്, ഞാൻ ഒരു അധ്യായം ഈയിടയ്ക്ക് എഴുതി, ഒരു TV അവതാരകന്റെ കുമ്പസാരം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പക്ഷേ അത് ഒരു അധ്യായം എഴുതി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇത് അച്ചടിച്ച് പുറത്തിറക്കിയാൽ അടി ഉറപ്പാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് മരണാനന്തരം പ്രസിദ്ധപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അന്ന് പ്രദീപ് ജീവനോട് കാണത്തില്ല, ഭാര്യയോട് പറഞ്ഞേ. കാരണം അത് ഞാൻ സത്യമല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്റെ മരണാനന്തരമായിരിക്കും പ്രസിദ്ധപ്പെടുത്തുക, അത് വായിക്കാൻ വേണ്ടി പ്രദീപ്. പക്ഷെ ഞാനൊരു കോപ്പി പേഴ്സണലായിട്ട് ഏൽപ്പിക്കാം വായിക്കാൻ വേണ്ടി. ഓക്കെ, തീർച്ചയായിട്ടും. ഗോപികൃഷ്ണനൊക്കെ ഞെട്ടും. ഗോപികൃഷ്ണന്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടൊക്കെ അതിലുണ്ടാവും. എന്റെയോ അത് ഞാൻ ഞെട്ടം റെഡിയായി. റെഡി. അപ്പോൾ പ്രേക്ഷകർ അറിയേണ്ടത്, തിരുവനന്തപുരത്ത് മാജിക് മീഡിയ എന്ന് പറയുന്ന സ്റ്റുഡിയോ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡിയോയിലെ വാർത്താ വിഭാഗത്തിന്റെ മേധാവിയായിട്ട് KR ഗോപികൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഗോപികൃഷ്ണനൊന്നും അല്ല, വളരെ ചെറുപ്പമായിരുന്നു. വളരെ 22 വയസ്സാണ് എനിക്ക്. 22 വയസ്സിന്റെ തിളപ്പ് മുഴുവൻ കൈക്കൊണ്ട് ആവേശം പകർന്ന് തിരുവനന്തപുരത്തെ നമ്മുടെ ചെറക്കുളം റോഡിൽ തകർത്ത് തരിപ്പണമാക്കിയ ഒരു കഥയുണ്ട്. അതൊക്കെ എന്റെ ആത്മകഥയിൽ വായിക്കും. അത് അന്നും സാറായിരുന്നു എന്റെ. പറയാണ് മനസ്സിൽ, ദൈവമേ അത് പറയരുതേ. ആഗ്രഹിച്ചു പോയി. അവിടെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു കേട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഒരു അതിനിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം ഗോപി ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. വിജയൻ അത് ഒത്തില്ല. അപ്പൊ നമുക്ക് നമ്മൾ ഈ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലെ അടുത്തിടയ്ക്ക് കുടുംബമായിട്ട് പോയിരുന്നു. അപ്പൊ അവിടുത്തെ വൈസ് പ്രസിഡന്റ് വിശ്വംബർ റാവു, അദ്ദേഹം നമുക്കെല്ലാം ഓണാശംസ നേർന്നുകൊണ്ടൊരു സന്ദേശം അയച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രാമോജി ഫിലിം സിറ്റി പോവുക, രാമോജി റാവുവിനെ അദ്ദേഹത്തെ നേരിട്ട് കാണുക. കാരണം നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രതിഭാശാലികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരിക്കലും വീഡിയോയിലൊക്കെ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോടും എൻ്റെ വൈഫിനോടും ഒക്കെ ആവശ്യപ്പെട്ടു ഹൈദരാബാദ്
ഹൈദരാബാദിൽ വരണം, രാമോജി ഫിലിം സിറ്റിയിൽ വരണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം കടന്നുപോയി, നിങ്ങൾക്കറിയാം. എന്നാൽ ആ ഫിലിം സിറ്റിയുടെ ഓരോ മൂലയ്ക്കും സഞ്ചരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടും. എന്തൊരു വലിയ വിഷണറി ആയിരുന്നു ഈ രാമോജി റാവു എന്ന് പറയുന്ന വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കും. ആന്ധ്രയുടെ സർഗപരമായ ആവേശം മുഴുവൻ സന്നിവേശ ഒരു ഹൃദയമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. അതോടൊപ്പം രാമോജി ഫിലിം സിറ്റിയിലെ VP ആയ വിശ്വംഭർ റാവു, ഹാപ്പി ഓണം. താങ്ക് യു ഫോർ യുവർ മെസ്സേജ്. അപ്പോൾ ഇനി നമുക്ക് വിജയകുമാർ, നമ്മൾ ആ മഹത്തരമായ ആ പരിപാടിയിലേക്ക് കടന്നാലോ? ഇടവേള. നമ്മൾ ഇനി ഇടവേളയിലേക്ക് പോകുന്നു. നമ്മൾ വേഗം മടങ്ങി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണ ആശംസകൾ. നിങ്ങളൊക്കെ സദ്യ ഉണ്ടാക്കാനുള്ള തിരക്കിലാണോ? നിങ്ങൾ മഹാബലി തിരുമേനി എഴുന്നള്ളും ഒന്ന് പുറത്തിറങ്ങി നോക്കണം. ഏതെങ്കിലും ഒരു ബലി തിരുമേനി വാതിലുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ വാർത്താ സംഘമായാലും കണക്കായി. റെഡി? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി കാവടിയാട്ടം. BP ജെയിംസ്, കാവടിയാട്ടത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? കാവടിയാട്ടം ഏറ്റവും കൂടുതൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാവടിയാട്ടം നടക്കാറുള്ളത്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അയ്യോ, ഞങ്ങളുടെ നാട്ടില് കാഞ്ചേരിയിലൊക്കെ എന്താ കാവടിയാട്ടം എന്നറിയോ? അത് സുബ്രഹ്മണ്യ സ്വാമി. ഈ കാവടിയാട്ടത്തിന്റെ സ്റ്റെപ്പ് ജെയിംസ് വെച്ച് കാണിക്കാമോ? അല്ല, അവര് ആടും. അല്ല, ആടുമ്പോ ജെയിംസ് സ്റ്റെപ്പ് വയ്ക്കണം. അപ്പൊ നമുക്ക് കൂടി ബ്രിജിൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. 1 2 3 4. ഞാൻ ആലോചിക്കായിരുന്നു ഇവർക്ക് ഇത്രയും കറങ്ങുമ്പോ തല ഇറങ്ങില്ലേ എന്ന്. ഇത്രയും നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ കാലിട്ടൊന്ന് കുളിക്കുമ്പോ തന്നെ കാല് പ്രശ്നമായി. ഓക്കെ, സന്തോഷമല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്കിലോട്ട്, നമ്മൾ ഫ്രണ്ടിലോട്ട് കയറും. അപ്പൊ താങ്ക് യു. തൃശ്ശൂർക്കാരല്ലേ? എന്തൊരു തൃശ്ശൂര് ചോദിച്ചില്ലേ കാവടിയാടി ആട്ടറിയോന്ന്? ഞങ്ങളുടെ കൊമ്പടിഞ്ഞാമാക്കൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ. ഏത് രാജ്യത്താണ് കൊമ്പടിഞ്ഞാമാക്കൽ? ഫേമസ് അല്ലേ? അതെ, അവിടെ കാവടി ആടിയിട്ടുണ്ട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ കൂടി പഠിക്കുമ്പോ. കൊമ്പടിഞ്ഞാമാക്കൽ എന്നുള്ള കാവടിക്കാരാ? അവര് അവിടെ നിന്നുള്ളവരല്ലേ? സൂപ്പർ. അത് പൂക്കാവടിയാണ്. ഈ കാവടി ആടാൻ അത്ര എളുപ്പമല്ല. അപ്പൊ BP ആടുന്ന കാവടിയുടെ വരുന്നോ? അതെ, ഇതാണ് പൂക്കാവടി. ഇതേ നോക്കിക്കോളൂ, അതാണ് പൂക്കാവടി. ഇതാണ് പൂക്കാവടി അല്ലേ? പൂക്കാവടി ആടാ. അതിന് BP, ഞാനിവിടെ BPയുടെ സ്റ്റെപ്പ് വയ്ക്കാം. ആ കാവടിയുടെ സ്റ്റെപ്പ് എന്ന് വെച്ചേ. മയിൽപ്പി ബ്രിജിന്റെ കൊടുക്ക്. ബ്രിജിന്റെ സൗകര്യമായിട്ട് ആർക്കും കൂടുതലും കൊടുക്കും. റെഡി? ഇനി അമ്യൂസിങ്.
അല്ല പ്രജി നോക്കിയപ്പോഴേ അവതാളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു വി പി, സൂപ്പറായി കേട്ടോ. ഓക്കെ, ഒരു കാര്യമുണ്ട്, നമ്മൾ കഴിഞ്ഞ രണ്ടുപേരും ദിവസമേ ആ ഓണസദ്യ ഉണ്ടിട്ട് ആ കഥയൊന്നും പറയരുത്. വല്ലാതെ ടെൻഷൻ എടുപ്പിച്ചു. അത് പുള്ളി അതൊരു കാര്യമുണ്ട്, ഉപ്രേ ആ. അതിലെന്തോ ചേർത്തിരുന്നു. ഓക്കെ, അതാ നമ്മൾ കക്കൂസി വെച്ച് കണ്ടുപിടി. ഓക്കെ, ശരി, ഓക്കെ, റെഡി. ഓക്കെ, അത് കടത്ത വിധായി. പി നമുക്കിനി നമ്മുടെ വിനീത വി ജി, നമ്മുടെ റിപ്പോർട്ടർ, നമ്മുടെ ഫയർ ബ്രാൻഡ് സ്റ്റാർ റിപ്പോർട്ടർ, നമ്മൾ ഡൽഹിക്ക് പറത്തിയോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു. ഓക്കെ. പറത്തിയത് വെറുതെ അല്ല, അവിടെ ലാൻഡ് ചെയ്ത് നമ്മുടെ ഇദ്ദേഹത്തിന്റെ താവളത്തിലാ. ഭർത്താവിന്റെ ഭർത്താവിന്റെ താവളത്തിലല്ല, വേറെ എവിടെ ഒരു കല്യാണമൊക്കെ കഴിച്ചു. എന്റെ പി കുറെ കുരുത്തക്കേട് എല്ലാ രീതിയിലും ഉണ്ട് ജീവിതത്തിൽ. അല്ല, ഒരു കാര്യമുണ്ട്, ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിലേ ആൾക്കാർക്ക് ചിരിക്കാന്നെങ്കിലും പി ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഡൽഹിയിൽ ഒരു പയ്യൻസ് ഉണ്ട്, ബൽറാം നെടുങ്ങാടി. ബൽറാം നെടുങ്ങാടിയും ഭാര്യ SK, നീ കഴിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ അവരുടെ വെഡിങ് ആനിവേഴ്സറി. ഒരു വർഷം. ഒരു കൊല്ലമായോ? ഓ ആയി. എങ്ങനെ ഒരു കൊല്ലമാക്കി? അത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കല്യാണത്തിൽ ലീവ് എടുത്തത് കഴിഞ്ഞ മാസമായിരുന്നു. റെഡി. ഓക്കെ, അപ്പൊ അവരോട് തന്നെ ചോദിക്കാം നമുക്ക്. ഓ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യൂ, വിനിത വിജിയുമായിട്ടുള്ള ദാമ്പത്യം എങ്ങനെ തുടരുന്നു? എല്ലാവർക്കും ഓണാശംസകൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-14 വർഷത്തെ ഓണം ഡൽഹിയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രമാണ് കല്യാണത്തെ തുടർന്ന് നാട്ടിലെത്തി ഓണവും ആഘോഷിച്ച് കല്യാണവും കഴിച്ച് മടങ്ങിയെത്തിയത്. ഈ ഓണത്തിന് ഇപ്പോൾ വിനീതയുണ്ട്. നമ്മളെന്തായാലും ഓണം ഇപ്പോൾ ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഓണത്തിന് ഒത്തുകൂടുന്ന ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. വിനീതയുമുണ്ട് ഒപ്പം. എന്റെ ആദ്യത്തെ ഓണമാണ്, പക്ഷേ നമുക്ക് ആഘോഷങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ല. രാവിലെ തന്നെ ഈ ഡൽഹിയിൽ ഓണാഘോഷം കാണിക്കാന്നൊക്കെ പറഞ്ഞ് ബൽറാമിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മലയാളികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. വലിയ വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഡൽഹിയിൽ നമ്മൾ നന്നായിട്ടൊക്കെ ആഘോഷിക്കും. തീർച്ചയായിട്ടും മാവേലി മന്നനെ വരവേൽക്കുന്ന ഈ തിരുവോണ പുലരിയിൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മഹത്വചനത്തെ മാറോടണച്ചുകൊണ്ട് മലയാളികൾ ഒരുമിച്ച് നിൽക്കേണ്ടില്ല. ഇത്രയും മലയാളികളാണ്. അതെ, ആ ഒരു എനർജിയാണല്ലേ. പോരട്ടെ, മലയാളികളുടെ കൂട്ടായ്മയാണ് ദംഗലാക്കി നിൽപ്പവനെ കൈതോഴുന്ന പാലാഴിയിൽ പള്ളികൊള്ളും പാലാഴിയിൽ പള്ളികൊള്ളും പാലാഴിയിൽ പള്ളികൊള്ളും പത്മനാഭ കൈതോഴുന്ന എന്തായാലും ഡൽഹിയിൽ വളരെ എനർജിയിലാണ് ഓണം. എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. മലയാളികൾ നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ. ഒപ്പം വലിയ പൂക്കളം ഒരുക്കിയിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം 11 മണിയോടുകൂടി സദ്യയും ആരംഭിക്കുകയാണ്. ഗംഭീര സദ്യയാണ് മലയാളികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 6000 പേരോളം ഇന്ന് സദ്യ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, ഡൽഹിയിലുള്ള അവർക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഈ ആഹാരം ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് പറയും. അതെ, ഓണസദ്യ. അത് ഇന്നത്തെ FM റേഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകളും അരങ്ങിട്ടുണ്ട്. ഈ പൂക്കളം ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയതാണ്, ഉണ്ടാക്കാൻ തുടങ്ങിയത്. താങ്ക് യു. ശരിക്കും നമ്മുടെ ഈ അടുത്തിടയ്ക്ക് ഒരു പ്രേക്ഷകൻ എഴുതിയായിരുന്നു, വിനീത വിജി ഡൽഹി പറന്നിറങ്ങിയതിന് ശേഷം ഈ നമ്മുടെ ബൽറാം നെടുങ്ങാടിയുടെ സൗകര്യത്തിലെത്തിയതിനു ശേഷം മുഖം കുറച്ച് ഇരുണ്ട് തുടങ്ങിയെന്ന്. കല്യാണം കഴിച്ച ഒരു ഇതുള്ളവരുടെ എല്ലാം മുഖം ഇരുളും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ബി പി ഉദ്ദേശിച്ചല്ല. എസ്കെയുടെ ഭാര്യ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് ഓർക്കണം കേട്ടോ. ബി പിയുടെ ഭാര്യ കേട്ടോണ്ടിരിക്കുക. വീട്ടിലോട്ട് ചെല്ലേ, അതിന്റെ അവിടെ തരും. ഓക്കെ, റെഡി. അപ്പോ പി പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. ടേക്ക് ഇറ്റ് ആസ് എ സർപ്രൈസ്. നമ്മുടെ ദീപക് തർമ്മണം നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഏറ്റവും നമുക്കൊക്കെ അടുപ്പമുള്ള നമ്മുടെ ഗോവയിലെ ഹിസ് എക്സലൻസി ഗവർണർ പി ശ്രീധരൻപിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് തർമ്മണത്തോടൊപ്പം അദ്ദേഹത്തുണ്ട്. ഹിസ് എക്സലൻസി ഗോവ ഗവർണർ പി ശ്രീധരൻപിള്ള, അങ്ങേക്ക് ഞങ്ങളുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിക്കും ഒക്കെ ഓണാശംസകൾ നേരുന്നു.
ഗോവ ഗവർണർ തന്നെ നേരിട്ട് SKN ഓണാശംസ നമ്മുടെ ടീമിന് നേരെയാണ്. ഞാൻ ആദ്യം ഗവർണറിലേക്ക് പോവുകയാണ്. ശ്രീധരൻപിള്ള എന്ന ഗോവ ഗവർണർ 24നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫാമിലി മെമ്പറാണ്. ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലവേഴ്സിന്റെ സ്ഥിരം പ്രേക്ഷകനാണ് SKN. നമസ്കാരം, ഓണാശംസകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, ഈ നമ്മുടെ ടോപ്പ് സിംഗർ സ്ഥിരമായി കാണുന്ന ഒരാളാണ് രണ്ടുപേരും. ശ്രീധരൻപിള്ളയ്ക്കൊപ്പം തന്നെ ഭാര്യ റീത്ത ശ്രീധരൻപിള്ളയുണ്ട്, അഡ്വക്കേറ്റ് റീത്ത ശ്രീധരൻപിള്ള. രണ്ടുപേരോടും നമുക്ക് ചോദിക്കാം. ആദ്യം റീത്തച്ചിയുടെ അടുത്തേക്ക്, ഈ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗർ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. അതെ അതെ അതെ, വളരെ നല്ല പരിപാടിയാണ്. അതിൽ ശ്രീകുമാർ സാർ, ഗായകന്മാർ, മറ്റ് കുറേ ആൾക്കാരെല്ലാവരും വരാറുണ്ട്. നല്ല കുട്ടികളും വളരെ നല്ല രസമായിട്ട് പങ്കെടുക്കുന്നതാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയാണ്. ഈ ഗവർണറുടെ പണിത്തിരക്കിനിടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? പുസ്തകം എഴുതണം, വായിക്കണം, ഈ ചാനൽ പരിപാടിയൊക്കെ കാണാൻ സമയം എങ്ങനെ കണ്ടെത്തും? അല്ല, ഇതൊന്നും കണ്ടില്ലെങ്കിൽ ഇപ്പം എന്ത് ജീവിതമാണ്? ഇതൊക്കെ കാണുന്നതാണ് ജീവിതം. അപ്പോൾ അതുകൊണ്ട് ശ്രീകണ്ഠൻ നായർ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞങ്ങൾ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലൂടെ വളരെ ആകൃഷ്ടനായി അദ്ദേഹത്തെ എൻ്റെ നെഞ്ചിലേറ്റുന്ന ഒരാളാണ്. ഞാൻ ഈയിടെ ഗോകുലം ഗോപാലേട്ടൻ ഇവിടെ കൊടുത്ത സ്വീകരണത്തിൽ ഞാനായിരുന്നല്ലോ ഉദ്ഘാടകൻ. ആ ഉദ്ഘാടനത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. വിസ്മയമാണെന്നുള്ള വാക്കാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. അത് വെറും ഒരു ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം ഈ നമ്മൾ എപ്പോഴും നമുക്ക് ദൈവം തന്ന കഴിവുകൾ, ആ കഴിവുകളെ സംബന്ധിച്ചിടത്തോളം ആ കഴിവുകൾ സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഇതുപോലുള്ള പരിപാടികളൊക്കെ കാലത്തെ അതിജീവിക്കുന്നതാണ്. അപ്പോൾ ആ പരിപാടിയെ മുറിച്ച് 2 ദിവസം മുമ്പ് നമ്മുടെ MG ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും കൂടെ അവിടെ വന്നിരുന്നു. അവിടെ ഗോവയിൽ രാജഭവൻ താമസിക്കുകയും ചെയ്തു. ഞാനപ്പോൾ ഇതൊക്കെ പറഞ്ഞു. പണമുണ്ടാക്കാൻ ആർക്കും സാധിക്കും, നല്ല ബിസിനസ്സുകാർ വലിയ കോടീശ്വരന്മാരല്ലേ. പക്ഷെ അതിനേക്കാൾ അപ്പുറം ജീവിതത്തിലെ പെർമനൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴല്ല, എത്രയോ ഒരു ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ സാധനാപാഠമാകേണ്ട ഒത്തിരി കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് നൽകി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇങ്ങനൊന്നും ആരെപ്പറ്റിയൊന്നും വലിയ അഭിപ്രായമൊന്നും പറയുന്ന ആളാണ്. അല്ല, ശ്രീധരൻപിള്ള പൊതുവെ അങ്ങനെ പോളിഷ്ഡ് വാക്കുകൾ പറയാതെ ആത്മാർത്ഥമായി പറയുന്ന ആളാണ്. ഈ ഓണം വെൺമണിക്കാരനായ ശ്രീധരൻപിള്ള കോഴിക്കോടേക്ക് എത്തി. കോഴിക്കോടിൻ്റെ മലബാർ ഓണമായി മനസ്സിലെത്തുന്ന, ഇപ്പോൾ ഗവർണറാണ്, ഭരണഘടനാ പദവിയാണ്, ഇതൊക്കെ മാറ്റിവെച്ച് മനസ്സിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഓണം ഏതാണ്? ഓണം എൻ്റെ ഗ്രാമത്തിലെ ഓണം, ഞാൻ ജനിച്ച ഗ്രാമത്തിലെ ഓണം, തിരുവിതാംകൂറിൻ്റെ മണമുള്ള ഓണം, അതെൻ്റെ ജീവിതത്തിലെ സ്ഥായി ഭാവത്തിൽ എത്തിയിട്ടുള്ള ഒന്നാണ്. പക്ഷേ മലബാറിൽ വന്ന സമയത്ത് മലബാറിൽ കൂടുതൽ ആളുകൾ നിഷ്കളങ്കരും അതുപോലെ തന്നെ സത്യസന്ധതയുടെയൊക്കെ പ്രതീകങ്ങളായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത് രണ്ടിനെയും വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. രണ്ടിനെയും ഞാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. പിന്നെ എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് ഇടപെടുകയാണ്, ഇപ്പം പേരമക്കളൊക്കെ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പം വക്കീൽ തന്നെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നതായിരിക്കും. അല്ല, എൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് റീത, ഇപ്പം അവൾ 4 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിന് മുമ്പ് ഇവിടുത്തെ തിരക്ക് പിടിച്ചൊരു വക്കീലായിരുന്നു, സിവിൽ കോടതികളിലൊക്കെ തിരക്ക് പിടിച്ച വക്കീലായിരുന്നു. മക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ പേര്? ജാനകി. ഓക്കേ, എൻ്റെ മകൻ അഭിരാമി. ഹാപ്പി ഓണം പറയും. ഇനി SKN വളരെ സീരിയസ് ആയ ഒരു സ്റ്റോറിക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങേക്കറിയാം. ADGP RSS നേതാവിനെ, അങ്ങയുടെ പഴയ പ്രസ്ഥാനത്തിൻ്റെ തലവനെ, നമ്പർ 2 സർക്കാർ യോഹിനെ കാണാൻ പോയതാണ്. ഈ വിവാദത്തെ അങ്ങ് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? അങ്ങ് തൊടുത്തുവിട്ടു ഒരു വിവാദത്തിന് മറുപടി. അതിനോട് ബന്ധപ്പെട്ട വിവാദത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. ഒരു ഗവർണർ അതിന് ഡയറക്റ്റായിട്ട് മറുപടി പറയുന്നത് ശരിയല്ല. എൻ്റെ പ്രസംഗമാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിലും ഞാൻ ഒരിക്കലും ആ ഇഷ്യൂ പറഞ്ഞിട്ടില്ല. അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അത് ഭരണഘടനയുടെ നമ്മൾ ചർച്ചകൾ പരിശോധിച്ചാൽ, അത് രൂപീകരിക്കുന്ന സമയത്ത് നിർമ്മാണ സഭയിലെ ചർച്ചകൾ പരിശോധിച്ചാൽ ഒരു തരത്തിലും അസ്പൃശ്യത പാടില്ല അന്യോന്യം.
ഓക്കെ, താങ്ക് യു. ആയി വരിക പ്രിയതലക്ഷ്മി. നമുക്കറിയാം, നമ്മൾ ഈ തിരുവോണം ആഘോഷിക്കുന്ന ഈ വേളയിലും ഒരു വലിയ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ വല്ലാതെ തളർത്തുന്നുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും അതുപോലെ തന്നെ പുഞ്ചിരിവട്ടത്തുമൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ 600-ലധികം ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. ഒരുപാട് മനുഷ്യരുടെ ദുഃഖങ്ങൾ ബാക്കിയാകുന്നു. വയനാടിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. പ്രത്യേകിച്ച് ദുരന്തം ബാധിച്ച ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം എന്നീ പ്രദേശങ്ങളിലെ ആളുകളെ ചേർത്ത് പിടിച്ചേ മതിയാകൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വയനാട്ടിൽ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടന്നു. അന്ന് നമ്മൾ കുറേ സഹായധനം അവിടെ പ്രഖ്യാപിച്ചിരുന്നു. വയനാട് അല്ലെങ്കിൽ ഈ 3 പ്രദേശങ്ങൾ, ഈ 3 ഗ്രാമങ്ങളിൽ മാത്രമാണ്. ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട് തകർന്നുപോയി എന്നുള്ള രീതിയിൽ പ്രചാരണം ശരിയല്ല. വയനാട്, ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം ഈ 3 ഗ്രാമങ്ങളിൽ മാത്രമുണ്ടായ ദുരന്തമാണ്, ഈ മഹാദുരന്തമാണ് 600 പേരുടെ ജീവൻ അപഹരിച്ചത്. മരണം മലമുടിയിൽ നിന്ന് പെയ്തിറങ്ങിയപ്പോൾ നമ്മുടെ 600 പേർക്ക് ജീവഹാനി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പോൾ അവിടെ നമ്മൾ വയനാട് പ്രേക്ഷക ജില്ലാ സമ്മേളനം നടത്തി. അത് വയനാടിന് സമർപ്പിച്ചു. വയനാട് ഇപ്പോൾ ടൂറിസത്തെയൊക്കെ ചെറുതായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വയനാട് സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നത് വരെ 24 ഫ്ലവേഴ്സും വയനാടിനൊപ്പം ഉണ്ടാകും, പ്രേക്ഷകരും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാം. അപ്പോൾ വയനാട്ടിൽ നമ്മൾ കുറേ സഹായങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സഹായങ്ങളൊക്കെ ഈ വീടുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ച്, ഒരുപാട് ദീർഘകാലം വേണ്ട നിർമ്മാണങ്ങൾ ഒഴികെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് അതിൻ്റെ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബം വയനാടിനൊപ്പം. ഒരു വെൽഡിംഗ് മെഷീൻ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കും. അതിന് വെൽഡിംഗ് മെഷീൻ വാങ്ങാനുള്ള പണം ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. തയ്യൽ മെഷീൻ തയ്ക്കായിരുന്നു വീട്ടിൽ നിന്ന്. ആ മെഷീനൊക്കെ പോയി, ഉള്ളൂട്ടിപ്പോൾ അതൊക്കെ പോയി. രമ്യയ്ക്ക് ഒരു സഹായമായിട്ട് തയ്യൽ മെഷീനാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. സത്യൻലാൽ തയ്യൽ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിന് നമ്മളെന്താ തയ്യൽ മെഷീൻ കൊടുക്കും. തയ്യൽ മെഷീൻ എത്തിച്ചു കൊടുക്കും. അപ്പോൾ രുദ്രയ്ക്ക് നമ്മൾ ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്നതായിരിക്കും. പിടിക്കായിട്ട് പഠിക്കണം. ഓക്കെ. ചൂരൽമലയിൽ നിന്നുള്ള പൊന്നൻ അദ്ദേഹത്തിനുള്ള സഹായ വിതരണമാണ്. അദ്ദേഹം തയ്യൽ തൊഴിലാളിയാണ്, പക്ഷേ ഉരുൾപൊട്ടൽ സമയത്ത് തയ്യൽ കടയും ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിനുള്ള ഒരു ഓവർലോക്ക് മെഷീനാണ് ഇപ്പോൾ സഹായമായി നൽകുന്നത്. അപ്പോൾ ഇവന് നമ്മളൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. നിനക്കൊരു സൈക്കിൾ ഞാൻ വാങ്ങിച്ചു തരും. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുകയാണ്. സുർജിത്ത്, ഹാപ്പി ഓണം. നമ്മുടെ ഓണമില്ലാത്ത കുറേ മനുഷ്യരുടെ നടുവിലാണ് താങ്കൾ നിൽക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷേ ഈ പ്രതിസന്ധിയും കടന്നു പോകും. നമുക്ക് ഈ വൈതരണി കടന്നേ പറ്റൂ. പറയൂ സുർജിത്ത്. ജീവിക്കുകയാണ്. മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ചൂരൽമലയും എല്ലാം തന്നെ അതിജീവിക്കും. അതിൻ്റെ തുടർച്ചയായി നമ്മൾ വയനാടിന് കരുതലേകാൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ആ സമ്മേളനത്തിന് തുടർച്ചയായി നമ്മൾ പ്രഖ്യാപിച്ച സഹായങ്ങൾ ഇന്ന് വിതരണം ചെയ്യുകയാണ്. നേരത്തെ ഒരു ഓട്ടോറിക്ഷയും അതോടൊപ്പം തന്നെ 2 വീലറും നമ്മൾ നൽകിയിരുന്നു. ഇതിനുശേഷം ചില നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നമ്മൾ നിറവേറ്റുകയാണ്. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. 10 പേർക്കാണ് നമ്മൾ ആശ്വാസ സഹായങ്ങൾ വിതരണം ചെയ്യുന്നത്. അതിൽ ഈ പലതും നഷ്ടപ്പെട്ട ഉപജീവനത്തിന് വേണ്ടി അവർക്ക് ആവുന്ന വിധത്തിലുള്ള ഒരു സഹായം അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏറ്റവും ആവശ്യമായ വസ്തുക്കളാണ് ഇപ്പോൾ നമ്മൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ വേഗത്തിൽ തന്നെ നടപടിയിലേക്ക് കിടക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. മറ്റു വിശിഷ്ടാതിഥികളില്ല. നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ സമ്മാനങ്ങളെല്ലാം ഈ ആശ്വാസ നടപടികളെല്ലാം തന്നെ വിതരണം ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബിലെ വേലായുധേട്ടനും ശൈല ചേച്ചിയും എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവക ടീച്ചറുണ്ട്, ബാലകൃഷ്ണൻ സാറുണ്ട്, അതോടൊപ്പം സന്തോഷേട്ടനുണ്ട്, ഷിജി ടീച്ചറുണ്ട്, സരോജിനി ചേച്ചിയുണ്ട്. അങ്ങനെ ഇവരൊക്കെ നമ്മളോട് സഹകരിക്കുന്ന ആളുകളാണ്. ഇവരാണിത് വിതരണം ചെയ്യുന്നത്. ആദ്യമായി വിളിക്കുന്നത് സത്യൻലാലിനെയാണ്. അദ്ദേഹം ചൂരൽമല സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഒരു ഓവർലോക്ക് മെഷീനാണ് നമ്മൾ നൽകുന്നത്. അത് MA പ്ലൈ കാലിക്കറ്റ് ആൻഡ് പാലക്കാട് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അബ്ദുൾ അസീസ് ആരിഫ് പ്രഖ്യാപിച്ച സമ്മാനമാണ്, ആശ്വാസ നടപടിയാണ്. അതാണ് സത്യൻലാലിന് കൈമാറുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അത് നൽകാൻ വേണ്ടി നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലി ക്ലബിലെ വേലായുധേട്ടനെയും ശൈലജ ചേച്ചിയും ക്ഷണിക്കുകയാണ്. വരൂ. ഇതാണ് അദ്ദേഹത്തിനുള്ള സമാശ്വാസ നടപടി. അത് കൈമാറുന്നു. അത് അടുത്തതായി പൊന്നൻ ചേട്ടനെയാണ് വിളിക്കുന്നത്. പൊന്നൻ ചേട്ടൻ ചൂരൽമല സ്വദേശിയാണ്, തയ്യൽ തൊഴിലാളിയായിരുന്നു. ചൂരൽമല ടൗണിൽ വീടും കടയും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനും ഒരു ഓവർലോക്ക് മെഷീൻ നൽകുകയാണ്. MA പ്ലൈ കാലിക്കറ്റ് ആൻഡ് പാലക്കാട് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് ആരിഫാണ് അത് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അത് 24 കണക്റ്റ് വഴി അത് കൈമാറുകയാണ്. സാർ കൊടുക്കൂ. ബാലകൃഷ്ണൻ സാർ അത് കൈമാറുന്നു. അത് അദ്ദേഹം ഏറ്റുവാങ്ങുന്നു.
അടുത്തതായി ഒരു ലാപ്ടോപ്പാണ്. ഈ ദുരന്തത്തിൽ സഫ്വാൻ എന്ന യുവാവിൻ്റെ, മുണ്ടക്കൈ സ്വദേശിയാണ് സഫ്വാന്റെ വീട് തകർന്നിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പാർട്ട് ടൈം ഡ്രൈവറായും അതോടൊപ്പം തന്നെ ഗ്രാഫിക് ഡിസൈനർ ആയും ജോലി ചെയ്യുകയായിരുന്നു. ഇതുവരെ പറഞ്ഞിരുന്നില്ല സഫ്വാൻ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആരോടും പറഞ്ഞിരുന്നില്ല. ഈ വെളാർമല സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആയിട്ടുള്ള നജ്മുദ്ദീനാണ് ഈ വിവരം നമ്മളെ അറിയിക്കുന്നത്. സഫ്വാനെ ഒരു വർക്ക് ഏൽപ്പിച്ചപ്പോൾ അത് ലാപ്ടോപ്പ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന് തുടർന്ന് ജീവിക്കാൻ ആവശ്യമായ പര്യാപ്തമായ ഒരു ഗ്രാഫിക് ഡിസൈൻ ഉള്ള ഒരു ലാപ്ടോപ്പാണ്. അത് നൽകിയിരിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അവർ സമ്മാനിച്ച ആ ലാപ്ടോപ്പ് നമ്മൾ നൽകുകയാണ്. അടുത്തതായി വിളിക്കുന്നത് മുബീനയാണ്. മുബീന ഇപ്പോഴും ആശുപത്രിയിലാണ്. ചുരമല സ്വദേശിയാണ്. ആൾനാശം കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വീട് നശിച്ചിട്ടുണ്ട്. സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ആളാണ്. അവരുടെ ബന്ധുക്കളായിട്ടുള്ള സഹോദരിയായിട്ടുള്ള ഷംനയും അതോടൊപ്പം അവരുടെ ഭർത്താവ് സദ്ദാം ഹുസൈനും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഒരു ലാപ്ടോപ്പ് നൽകുകയാണ്. ആ ലാപ്ടോപ്പ് നൽകാൻ വേണ്ടി സരോജിനി ചേച്ചി നൽകുന്നതാണ്. ഷംനയ്ക്കാണ് അത് കൈമാറുന്നത്. എന്തായാലും ഇനി രുദ്രയുടെ ആവശ്യം, പോളിടെക്നിക് വിദ്യാർത്ഥിനിയാണ്, വീട് നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. രുദ്രയുടെ പിതാവ് ശശികുമാറിനെ രുദ്രയ്ക്ക് വേണ്ടി അദ്ദേഹം ഏറ്റുവാങ്ങും. ഒരു ലാപ്ടോപ്പ് സന്തോഷേട്ടൻ കൈമാറുകയാണ്. ഇനി പവിത്രയെയാണ് വിളിക്കുന്നത്. പവിത്ര +1 വിദ്യാർത്ഥിനിയാണ്. പവിത്ര രമ്യയുടെ മകളാണ്. പവിത്രയെ ക്ഷണിക്കുന്നു. പവിത്രയ്ക്കും ഒരു ലാപ്ടോപ്പ് നമ്മൾ കൈമാറുകയാണ്. വേലായുധേട്ടൻ അത് കൈമാറും. ഇനി വെൽഡിംഗ് മെഷീനാണ്. കാരണം വെൽഡിംഗ് ഉപകരണങ്ങളൊക്കെ നശിച്ച ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. പ്രതീഷ് ചുരമല സ്വദേശിയാണ്. പാടിയിലായിരുന്നു താമസം. അദ്ദേഹത്തിന് വെൽഡിംഗ് മെഷീൻ നമ്മൾ സമ്മാനിക്കുകയാണ്. ഷിജി ടീച്ചറാണ് സമ്മാനിക്കുന്നത്. ടീച്ചറെ ഒന്ന് ഈ വെൽഡിംഗ് മെഷീൻ നൽകാം. അദ്ദേഹത്തിനാണ്. ഇനി സൈക്കിളുകളുടെ ഒരു വിതരണമാണ്. അന്ന് നമ്മൾ ജില്ലാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്. അഫ്നാനെ വിളിക്കുന്നു. അഫ്നാൻ ഒരു 8 വയസ്സുള്ള കുട്ടിയാണ്. ഹൈസ്കൂൾ റോഡിലാണ്. അഫ്നാന് നമ്മൾ ഈ സൈക്കിളാണ് നൽകുന്നത്. ഇത് ശൈല ചേച്ചി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഫ്നാൻ, ഹാപ്പി ആയിട്ട് എന്ന് പറഞ്ഞ കാര്യമില്ലേ, സ്കേനോട് പറഞ്ഞതല്ലേ, അന്ന് ആവശ്യപ്പെട്ടത് സന്തോഷമായോ? എന്താ പറയുന്നത്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണെങ്കിൽ ഹാപ്പിയാണെന്ന് പറ. ഹാപ്പിയാണ്, ആയിക്കോട്ടെ. എന്തായാലും ഇനി ആദിത്യന് നമ്മൾ ഒരു സമ്മാനമായി നൽകുന്നത് ഒരു സൈക്കിൾ തന്നെയാണ്. കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണ് ആദിത്യന് സാറ് നൽകും. ഇതാ സൈക്കിൾ. ആദിത്യന് എന്താ പറയാനുള്ളത്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എന്താ പറയാനുള്ളത്? ഹാപ്പി ഓണല്ലേ? ഹാപ്പി ഓണല്ലേ? ഇനി ഒരു ഫോൺ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. ഫോൺ റാബിയയാണ് ഫോൺ ആവശ്യപ്പെട്ടത്. റാബിയ അവരുടെ മകൻ ഷഹദിന്റെ പഠനാവശ്യത്തിനാണ് നൽകിയത്. പിതാവ് സഹീറാണ് അത് ഏറ്റുവാങ്ങുന്നത്. അത് പിതാവും അടുത്ത ബന്ധുക്കളുമുണ്ട്. രണ്ടുപേരും കൂടി ഇത് സ്വീകരിച്ചാലും ഞാൻ തന്നെ ഇത് നൽകുന്നു. അങ്ങനെ 10 പേർക്കുള്ള ആ ഒരു സമ്മാനമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. എന്തായാലും പൊന്നൻ ചേട്ടൻ ഉണ്ട്, സത്യേട്ടൻ്റെ ഇവിടെ എല്ലാവരും ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? ട്വന്റി4ന്റെ പരിപാടികൾ വെച്ചതിലേ വളരെയധികം സന്തോഷം. സ്ഥാനങ്ങൾ കിട്ടിയതിനോടും ഇപ്രാവശ്യം കഴിഞ്ഞ ഓണം ഇപ്രാവശ്യത്തെ ഓണമായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എങ്കിലും ഇവിടെ വന്നപ്പോൾ കുറച്ച് സങ്കടങ്ങൾ മാറിയിട്ടുണ്ട്. കുറച്ച് പേർ കണ്ട് കുറച്ച് ചിരിച്ചു. ഒരു ചെറിയൊരു സന്തോഷം വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ആശ്വാസ നടപടി എന്നുള്ള തലത്തിലാണ് കാണുന്നത്. ഇതിനുശേഷം നമ്മൾ ചൂരമലയിലേക്കാണ് പോകുന്നത്. അവിടെ ചില അനുശോചന യോഗം ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ നടത്തുന്ന ശ്രമമാണ് 24 കണക്റ്റിൻ്റെ ഭാഗമായി 24 പ്രേക്ഷകരും ഫ്ലവേഴ്സിൻ്റെ ഫാമിലി ക്ലബ്ബും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ പ്രേക്ഷകരും നമ്മുടെ 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും സ്റ്റാഫും ലോകമെമ്പാടുമുള്ള നമ്മുടെ അതിഥികളും നമ്മുടെ കലാകാരന്മാരും ഒക്കെ ചേർന്ന് 24 കണക്റ്റിന് ഒരു കുടക്കീഴിൽ നമ്മൾ ചെയ്തിട്ടുള്ള സഹായങ്ങളാണ്, നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്ന. കുറച്ച് വീടിൻ്റെയൊക്കെ ഉണ്ട്. അവിടെ 25 സെൻറ്റ് ഭൂമി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു സഹൃദയനായ മനുഷ്യൻ സമ്മാനിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. കാര്യം ഒരു അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ആ അമ്മച്ചി വിഷമിക്കേണ്ട, ആ വീട് നമ്മൾ നിർമ്മിച്ചും സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി വയനാടിനെ ചേർത്ത് പിടിക്കാനും വയനാടിൻ്റെ മുഖ്യധാരയിലേക്ക് ടൂറിസ്റ്റെ കൊണ്ടുവരാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളും കൂടെ ഉണ്ടാകും. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഈ അവസരത്തിൽ ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, വയനാട് നമ്മുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ തിളക്കത്തിനൊരു മംഗലം സംഭവിക്കാൻ പാടില്ല. അതിന് 24 കണക്റ്റ് കൂടെ ഉണ്ടാകും. ഈ സഹായ പദ്ധതികളൊക്കെ നൽകി വയനാട് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതുവരെ 24ഉം ഫ്ലവേഴ്സും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. വി ആർ വിത്ത് വയനാട്, എൻ്റെ കുടുംബം വയനാടിനൊപ്പം. ഇതാണ് നമ്മുടെ ആപ്തവാക്യം.
അപ്പോൾ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ടായിരുന്നു ആഷ്മി താജ് ഇബ്രാഹിം എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നു. ആഷ്മി താജ് ഇബ്രാഹിം ഡൽഹിയിൽ നിന്ന് നമ്മുടെ സ്വന്തം എയർപോർട്ടായ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയായിരുന്നു. അദ്ദേഹം നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിൽ ചേരുകയാണ്. ആഷ്മിയോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മൾ ആഷ്മി ഗംഭീരമായി. ഡൽഹി എന്നുള്ളൊരു കൊല, ഈ വാഴക്കൊല ഇതാർക്ക് സമ്മാനിക്കും? വായിലൂടെ തള്ളിക്കൊടു. ഡൽഹിയാണോ? ഡൽഹി പിപിക്ക് 2 എണ്ണം കൊടു. ബ്രിജിന് പാടാനുള്ള 2 എണ്ണം കൊടുക്കും. റീത്തിന് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചോളൂ. ഈ തൃശ്ശൂർ പഴം ഇന്നാ പിടിച്ചോളൂ. ഓക്കെ ബിപി ഇത്തിരി എനിക്കൊരു കാര്യം മനസ്സിലായി. ആഷ്മി കൊലയുമായിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന് നമ്മളെയൊക്കെ പഴം തിന്നികളാക്കാനാണെന്നുള്ളത്. ഇത് ഡൽഹിയിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാണോ? സത്യസന്ധമായിട്ട് പറയണം. അപ്പൊ ആഷ്മിക്ക് ഇത്രയും പ്രേക്ഷകരുടെ പിന്തുണ ഇന്ന് എനിക്ക് മനസ്സിലായി. അവരെ എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? എന്താ ചെയ്യുക ആഷ്മി, എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇത് പറഞ്ഞ വേറെ ആള് കേരളത്തിലുണ്ട്, മോഹൻലാലിന് ശേഷം ആഷ്മി താജ് ഇബ്രാഹിം. ഡൽഹി വാസം എങ്ങനെ ഉണ്ടായിരുന്നു? ആരെയും ചവിട്ടി കൂട്ടിയോ? ഇല്ല. സീതാറാം യെച്ചൂരി സങ്കടമായി പോയി. യാത്രയപ്പ് നൽകിയതിനു ശേഷം ഫ്ലൈറ്റ് 4 മണിക്കായിരുന്നു. കയറി നേരെ വരുമോ ഒരു കൊലയും മേടിച്ചു. ഈ ആഷ്മിയുടെ ഒറിജിനൽ സംഭവം അറിയണമെങ്കിൽ തലക്കെട്ടൊന്നും അഴിക്കണം. പക്ഷേ വലിയ പാടല്ലേ? ടിൻഡോ പറയുന്നത് അഴിച്ചു കഴിഞ്ഞാൽ മുടി മൊത്തം കുളമായി പോകും. പറഞ്ഞത് ടിൻഡോ നല്ല കാര്യങ്ങൾ പറയാറില്ല, അഴിക്കണ്ട. ഓക്കെ റെഡിയാ. അപ്പൊ നമുക്കേ ഇനിയിപ്പോൾ നമുക്ക് ഈ ലോകമെമ്പാടും പ്രവാസികൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ സ്ക്രീനിൽ നോക്കി നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇതൊന്നും വേറെ പണിയൊന്നുമില്ലടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പ്രേക്ഷകർ നമുക്ക് ഒന്നേ പറയുള്ളൂ, നമുക്ക് ഇതാ പണി, നമുക്ക് ഇത് തന്നെയാ പണി, നമ്മൾ ഇതേ ചെയ്യൂ. നമുക്ക് പണി തന്നാൽ നമ്മൾ തിരിച്ച് പണിയത്തില്ല അല്ലേ? കാര്യം നമുക്ക് സ്നേഹമാണ്. ഞാനേ ഒന്ന് കലവറയിലോട്ട് പോട്ടെ. അത് സദ്യ അരുൺരാജിനെ ഒന്ന് അരുൺരാജ് എന്തോ റെഡി ആയിരിക്കും. മാത്രമല്ല അരുൺരാജ് ഏതോ അണക്കെട്ടിന്റെ മേളിൽ എടുത്ത് ചാടുമെന്ന് പറഞ്ഞു. പറയത്തില്ല. അവിടെ വാമനസദ്യ നടക്കുന്നു. വിജയൻ കഴിച്ചു പരിചയം. വാമനസദ്യ അല്ല വാനരസദ്യ അല്ലേ? ശാസ്താംകോട്ടയിലെ ഇത് അയ്യേ തെറ്റിപ്പോയി. ശാസ്താംകോട്ടയിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അവിടെ വാനരന്മാർക്ക് സദ്യ കൊടുക്കാറുണ്ട്. ഈ ശാസ്താംകോട്ടയിലാണ് ഈ അരുൺരാജിന്റെ വീട്. അതിനിടയ്ക്ക് അതാണോ എന്നോട് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേ? അപമാനിക്കരുത്. ഇല്ല വിജയൻ യഥാർത്ഥത്തിൽ ശാസ്താംകോട്ടയിൽ പോയിട്ടില്ലെന്ന് എനിക്കറിയാം. ഓക്കെ റെഡി. അപ്പൊ വാനര സദ്യയുടെ വിശേഷങ്ങളുമായി അരുൺരാജ്. ആഷ്മി ഇവിടെ അരുൺരാജ് ആഷ്മി താജ് ഇബ്രാഹിം വന്നിട്ടുണ്ട്. നഗരത്തിൽ പുലി ഇറങ്ങി. ഹാപ്പി ഓണം. ഇല വിഭവസമൃദ്ധമായ ഇലയാണ്. അതാണ് വണ്ടന്മാർക്കാണെങ്കിൽ പോലും പപ്പടമുണ്ട്, തൊടുകറികളെല്ലാം ഉണ്ട്, പായസമുണ്ട്, ആപ്പിളുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, പഴവർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എല്ലാവരും ഈ കാത്തിരിക്കുകയാണ്. ഈ സദ്യക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വാനരന്മാരുടെ ഭാഗത്ത് ഇപ്പോഴുള്ളത്. ഏത് സമയം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇറങ്ങിക്കൊടുത്താൽ പിന്നീട് ഇവർ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. നമുക്ക് നേരത്തെ കാണാം, ഈ ശാസ്താംകോട്ട ക്ഷേത്രത്തിലാണ് വാനരന്മാർക്ക് സദ്യ ഒരുക്കുന്ന അപൂർവമായ ദൃശ്യങ്ങളുള്ളത്. അപൂർവമായ ഇടം ഉള്ള സ്ഥലം. ഇവിടെ മാത്രമാണ് വാനരന്മാർ ഓരോരുത്തരായി എത്തി ഈ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും തിരുവോണ നാളിൽ മനുഷ്യർക്കൊപ്പം തന്നെ സഹജീവികൾക്കും ഈ ആഹാരം ഒരുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. എല്ലാ കാലത്തും ഉത്രാട ദിനത്തിലും തിരുവോണത്തിലും എല്ലാം ഇത്തരത്തിലുള്ള വാനര സദ്യ നടത്താറുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്, ഇത് എടുത്തുകൊണ്ടുപോയി മാറി നിന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ക്ഷേത്ര സഭയും ഭക്തരും എല്ലാം ചേർന്നുള്ള വലിയ ഒരു സംവിധാനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. തിരുവോണ നാളിലും അതുപോലെ ഉത്രാട നാള് ഇനി ഈ ഓണത്തോടനുബന്ധിച്ചുള്ള
ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ വാനരന്മാർക്കുള്ള സദ്യ ഇവിടെ തയ്യാറാണ്. അങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്തുള്ള ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള സഹജീവികളായ ഇവിടെ വസിക്കുന്ന ക്ഷേത്ര കുരങ്ങുകളാണ് ഈ വാനരസദ്യക്ക് ഇവിടെ എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണ്. അമ്മയും കുഞ്ഞും അടക്കം എത്തുന്ന വാനരന്മാരടക്കം ഉണ്ട്. ഇത് ആസ്വദിക്കുന്നു, ആവോളം നുകരുന്നു. അതിനുശേഷം ഈ മനുഷ്യൻ വീട്ടിലെത്തി ഈ സദ്യ കഴിക്കുന്നതിനൊപ്പം വാനരന്മാരും വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുകയാണ്. വാനരോടൊന്ന് ചോദിക്കൂ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഒരു ബൈറ്റ് എടുക്കൂ. വാർത്തയില് നമുക്ക് ബൈറ്റ് വേണ്ടേ ആഷ്മി? അത്ര റിസ്കിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടോ? നമുക്ക് ഈ വാനരന്മാർക്ക് സദ്യ ഒരുക്കിയ ആൾക്കാരോട് വേണമെങ്കിൽ ചോദിക്കാം സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അവര് എന്തായാലും ഇത് ഒരു തവണയെങ്കിലും രുചിച്ച് നോക്കിയിട്ടായിരിക്കും ഈ വാനരന്മാർക്ക്. ഇടയ്ക്ക് ഒരു കുരങ്ങൻ ചോദിക്കണ്ടേ വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ചുമ്മാ പ്രേക്ഷകർ പറയുന്നത് നിനക്കൊന്നും വേറെ പണിയില്ല ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ കൊല്ലത്ത് നിന്ന് അരുൺ രാജാണ്. ശാസ്താംകോട്ട, അവിടെ നിങ്ങൾക്കറിയാം ശാസ്താംകോട്ട കായൽ ശുദ്ധജലം നമുക്ക് കൊല്ലം ജില്ലയ്ക്ക് സമ്മാനിക്കുന്ന കായലുണ്ട്. ആ കായൽ അവിടെ ഒരുപാട് കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ അവിടെ വളർത്തി വിടുന്ന കുരങ്ങന്മാർ, അവർക്കുള്ള സദ്യയാണ് ഇപ്പോൾ കണ്ടത്. അതൊരു പുതിയ കാഴ്ചയാണ് തിരുവോണനാളിൽ. അപ്പോൾ നമുക്കിനി ഒരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയിൽ നിന്നൊരു പണി വന്നിട്ടുണ്ട്. അപ്പൊ നന്നായി, ഇതൊരു പത്തനംതിട്ട സ്റ്റൈലാണെന്ന് മനസ്സിലായി. എവിടെയാ വീട്? വള്ളിക്കോട്, കടമനിട്ട, പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കടമനിട്ട രാമകൃഷ്ണ കുടുംബമായിട്ട് അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയില്ല. എന്തായാലും ശാന്തം, നമ്മുടെ കടമനിട്ടയുടെ വൈഫിന്റെ പേരാണ് ശാന്തിച്ചി. ശാന്തയെ കുളി കഴിഞ്ഞ് ഈറൻ വെടിഞ്ഞ് അല്ലേ, അങ്ങനെയല്ലേ പോകുന്നത് ശാന്തയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ. അപ്പോൾ ആ കവിതയൊക്കെ ശാന്തയുടെ പേരിൽ എഴുതിയിട്ടുള്ളതാണ്. ആ അമ്മച്ചി ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് നല്ല അഭിപ്രായം പറഞ്ഞു ഈ മനുഷ്യനെ കുറിച്ച്. അമ്മയ്ക്ക് എന്തോ തോന്നിയെന്തോ, ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത് കടമനിട്ടയുടെ ധർമ്മപത്നി ആയതുകൊണ്ട് വിശ്വസിക്കാം. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് അമേരിക്കയിൽ നിന്നൊരു അതിഥി വരാനുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ 24-ന്റെ നീളം കൂട്ടിയ നമ്മുടെ റിപ്പോർട്ടറാണ് പുള്ളിക്കാരൻ. 24 അമേരിക്കൻ വിളിച്ചാൽ കൊട്ടാരക്കര കേൾക്കും, ആ രീതിയിലാണ്. വരികയാണ് മധു കൊട്ടാരക്കര ഹെലികോപ്റ്ററിൽ നിന്ന്. മധു, യു ആർ വെൽക്കം. മധു, ஐயா பழனி ஆண்டவா, இந்த அருமையான முகம் எந்த மாதிரி ஞான் பார்த்து ഈ തിളങ്ങുന്ന കുപ്പായം എങ്ങനെ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റി? അബദ്ധം പറ്റിയതാണ്. ഇത് അമേരിക്ക തന്നെയാണോ? അല്ല, ജെയിംസ് സാർ അവിടെ ക്യാമറ ഇരിപ്പുണ്ടായിരുന്നു. ജെയിംസ് സാർ പറഞ്ഞു ഇവിടെ സണ്ണി ലിയോൺ വരുന്നു, കുറച്ച് കളറായിട്ട് വരുന്നു. അല്ല, എന്നോട് ചോദിച്ചു പുള്ളി സണ്ണി ലിയോൺ എപ്പോഴാ വരുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സണ്ണി ലിയോൺ ഇവിടെ ഇരിപ്പുണ്ട്, കേറി വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. എവിടെ ഇരിക്കുന്നു? ബോംബെയിൽ. പി ജെയിംസേ ഇതൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിച്ചു നടക്കുമായിരുന്നു. സണ്ണി ലിയോണെ കണ്ടിരുന്നു എന്ന് മാത്രമല്ല, ഈ പുള്ളിക്കാരനെ സണ്ണി ലിയോണെ ഒന്ന് ഹഗ് ചെയ്യാൻ ഹഗ് ചെയ്യാൻ പറ്റിയില്ലെന്നാ പറയാൻ. നാളെ ഒരു കാര്യം ചെയ്യും, നാളെ അവിടത്തിന് എന്ന് വൈകുന്നേരം ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് കണ്ടാൽ മതി. ആരാണ് ഹൂ ഈസ് സണ്ണി ലിയോൺ. അപ്പൊ അത് കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് എപ്പോ വന്നു? കുടുംബമായിട്ടാണോ എത്തിയത്? ഇല്ല, ഒരാഴ്ച ആയതേ ഉള്ളൂ. ഞാൻ സാറിന് നേരത്തെ മിലിറ്ററി ചേരാൻ പോകുന്നു. ആ രീതിയിലൊരു കട്ടാണല്ലോ, വെട്ടി തുണ്ടാക്കി കളഞ്ഞിട്ട്. 50 വയസ്സായപ്പം 10 വർഷം കുറയ്ക്കും. 50 വയസ്സായോ? നന്നായി. ഇന്നലെ ഇതിലും തിളക്കമുള്ള ഒരു ഷർട്ട് ഇട്ടോണ്ടാണ് കേട്ടോ വന്നത്. ഇന്നലെ മിറർ വർക്ക് ഒക്കെ ചെയ്ത് കണ്ടു. ഇന്നലെ രാത്രി നമ്മുടെ പൊളിച്ചല്ലോ, നല്ലൊരു തള്ളായിരുന്നു ഞാൻ തള്ളിയത്. അല്ല, ഞാൻ വീഡിയോ കോളിൽ വന്നപ്പോ കണ്ടു. ഇനിയിപ്പോ പറഞ്ഞ് നാറ്റിക്കണ്ട, കംപ്ലീറ്റ് പോയി കൈവിട്ടു. സ്വന്തമായി ഡിസൈൻ ചെയ്ത ഷർട്ടാ. ഹെലിപ്പാടല്ല, അത് പുലിപ്പാടാ. പുലിപ്പാടാ, അവതാര പുലികൾ വന്നിറങ്ങി. പുലിപ്പാടാ. അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം സന്തോഷമായിട്ട് പോകുന്നു. പത്നിയൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ? ഉണ്ട്. പിന്നെ അമേരിക്കൻ ജീവിതമായിട്ട് ചോദിച്ചത്. അല്ല, ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. ആരെ? യാത്ര തിരിക്കും. 50 കൊല്ലം സഹിച്ചോ? ഇല്ല, എത്ര കൊല്ലം സഹിച്ചു? 24. അവാർഡ് കൊടുക്കണം തീർച്ചയായും. മധുവിനെ പോലെ നാവിന് എല്ലില്ലാത്ത ഒരു മനുഷ്യ സഹിച്ചു. അപ്പൊ മധു, നമുക്ക് ഇനിയിപ്പം എന്താ നമ്മുടെ എന്തോ ഒരു സർപ്രൈസ്. 22 വർഷത്തിന് ശേഷം അമേരിക്ക പോയതിനു ശേഷം ആദ്യമായിട്ടാണ് തിരുവോണത്തിന് വരുന്നത്. വന്ന് നേരെ വയനാട് പോയി. വയനാട്ടെ കാഴ്ചകള്
ശരിക്കും കണ്ണീരലിയിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അമേരിക്കൻ മലയാളികൾ. അതുകൊണ്ട് പറയാണ് സാറിന് അത് നേരിട്ട് കാണാൻ പറ്റും. ആണോ? ഓക്കെ, അമേരിക്കൻ മലയാളികൾ വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, പ്ലേ. അല്ലല്ല, അവർ അമേരിക്കയിൽ വരിക ലൈവായിട്ടല്ലേ? ഓക്കെ, ശരി ശരി, ഒന്ന് കണ്ടുകളയാം. നിങ്ങൾ ഈ വയനാടിന്റെ കണ്ണീരൊപ്പാൻ 24 ന്യൂസിന്റെ ശ്രീകണ്ഠൻ നായർ സാറിന്റെയും ആ വിശ്വാസ്യതയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്. കൽപ്പറ്റയിൽ അവരൊരു സമ്മേളനം നടത്തിയിരുന്നു 24. അതിൻ്റെ അകത്ത് ദുരന്തബാധിത പ്രദേശത്തുള്ള ശേഷിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്യുമെന്നുള്ള അവിടെ ഒരു ദൃഢപ്രതിജ്ഞയെടുത്തു. എത്രയോ, കാരണം അതിനെപ്പറ്റി ചിന്തിച്ചാൽ എത്രയോ നല്ലൊരു കാര്യമാണ് ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ചാനലുകളിൽ ഇന്ന് ഇതുപോലുള്ള സഹായ ഹസ്തകൾ എത്തിക്കാൻ കഴിവുള്ള ചാനൽ ഇന്ന് 24 എന്ന ചാനലാണ്. അതുകൊണ്ട് അതിന്റെ അമരത്തിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിനെയും അതുപോലെ തന്നെ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെയും ഇതുപോലുള്ള മധു കൊട്ടാരക്കരെ പോലെയുള്ളവരെയും ഞങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഒരുപാട് ചാനലുകൾ, ദൂരദർശൻ മുന്നോട്ട് ഒത്തിരി ചാനലുകൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് 24 ചാനൽ. SKN എന്ന് വിളിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിനോട് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് എറണാകുളത്തൂടെ ഇത്രയും വളർന്ന് ഈ ചാനൽ എത്തിയതിൽ വളരെയധികം സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അന്തരാത്മാവിൽ നിന്നുള്ള സന്തോഷമാണ്. എല്ലാവരോടും പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ അല്ലെങ്കിൽ SKN മധുക്കൊട്ടാരക്കര ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ ചെറിയ തുക അർഹതപ്പെട്ടവരെ ഏൽപ്പിക്കണം എന്ന് മാത്രം. ഇത്രയും നല്ല കാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. എല്ലാവരും ഇതിൽ സഹകരിച്ചു ആത്മാർത്ഥമായിട്ട്. ഞങ്ങളുടെ ഈ സംഭാവന പാവപ്പെട്ടവരുടെ ചില്ലിക്കാശ് പോലെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, മധു കൊട്ടാരക്കര യഥാർത്ഥത്തിൽ അമേരിക്കയിൽ 24 വളരെ പ്രശസ്തമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ താങ്കളുടെ കോൺട്രിബ്യൂഷൻ ഞങ്ങൾ ഈ തിരുവോണ നാളിൽ അംഗീകരിക്കുന്നു. സർട്ടിഫൈഡ്. പ്രേക്ഷകൻ 10 കോടി കൊടുത്തു വിട്ടണമെന്നാണ് കേട്ടത്. ആണോ? ഇത് ഫിലഡൽഫിയയിലുള്ള ന്യൂ ഹോപ്പ് അഡൽട്ട് ഡേ കെയറിലെ വളരെ പ്രായം ചെന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പൊ അവര് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ അമേരിക്കയിലുള്ളവർക്കൊന്നും ഇവര് പ്രായം ചെന്ന അവർക്ക് ആകെ 24ഉം ശ്രീകണ്ഠൻ നായർ സാറിനെ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പൊ അവരങ്ങനെ ഉള്ളതാണ് അവര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ചെറിയ നുള്ളിപ്പറക്കിയ പൈസ നമുക്ക് തരുന്നു. വളരെ സന്തോഷം. അപ്പൊ വയനാട്ടുള്ളവർക്ക് വേണ്ടി 2 ലക്ഷം രൂപയുടെ ഒരു ഇതൊരു കിഴിയാണ്. ഓക്കെ, ഈ പണക്കിഴി നമ്മൾ വിശ്വാസയോഗ്യമായി ഏറ്റുമുട്ടുന്നു, അല്ല ഏറ്റുവാങ്ങുന്നു. അപ്പോൾ 2 ലക്ഷം രൂപയുണ്ട് ഇതിന്. മധു കൊട്ടാരക്കരയാണ് കൈമാറിയത്. ഫിലാഡൽഫിയയിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ മലയാളി സുഹൃത്തുക്കൾ, അമേരിക്കൻ മലയാളികൾ വളരെ അവർ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ സമാഹരിച്ച ഈ പണം വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഇതെൻ്റെ വാക്ക്. ഇതിൽ നിന്ന് 1 രൂപ പോലും ചോരാതിരിക്കാൻ എല്ലാവിധമായ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. സഹായം ആവശ്യമുള്ളവർക്ക് ഈ 2 ലക്ഷം രൂപയിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. വയനാട് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നത് വരെ അമേരിക്കൻ മലയാളികളും പ്രവാസികളും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് ചേക്കേറിയുള്ള മലയാളികളും ഇന്ത്യയിൽ കേരളത്തിൽ പുറത്ത് താമസിക്കുന്നവരും നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന ആളുകളും എല്ലാവരും ഒന്നിച്ച് 24 കണക്റ്റിൻ്റെ ഒരേ കുടക്കീഴിൽ നമ്മൾ വയനാടിനെ ചേർത്ത് പിടിക്കുന്നു. വയനാട് അതിജീവിക്കും ഈ പ്രതിസന്ധിയെ. മധു കൊട്ടാരക്കര, താങ്ക് യു. താങ്കൾ ഒരു വലിയ മനുഷ്യനാണെന്ന് തെളിയിച്ചു. പറഞ്ഞിരുന്നു ഇന്നലെ. SKN ഓണക്കോടി തന്നില്ല, അതുകൊണ്ട് എനിക്ക് ഓണക്കോടി കൊടുക്കണമെന്ന് അതിസമ്പന്നനായ വ്യക്തി ഇന്നലെ പറഞ്ഞിരുന്നു. അല്ല, ഇത് ആരോ പറഞ്ഞിട്ട് മധു കൊട്ടാരക്കര കൃഷ്ണ ചെറിയാനും ചേർന്ന് എന്തോ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ ഐഡിയ. പ്രവിതയും ചേർന്ന് ഗുഡ് നൈറ്റ് വിത്ത് പ്രവിത ആൻഡ് പ്രജിൻ ഒരു പരിപാടിയുണ്ട്. ഇത് മധു കൊട്ടാരക്കരയും അതുപോലെ തന്നെ കൃഷ്ണ ചെറിയാനും ചേർന്നിട്ട് മാക്രി. അതിലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാക്രി ആരാന്നുള്ളതാണ് പ്രശ്നം. അല്ല SKN, ഇപ്പൊ ഞാനോ പ്രജിൻചേട്ടനോ ആരെങ്കിലും ഒരാളില്ലെങ്കിലേ മാപ്രയാവാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
പുള്ളി എന്തു ആവും അന്തം വിട്ട പ്രതി എന്ത് എനിക്ക് ചെയ്യും? അപ്പൊ മധു കൊട്ടാരക്കര ഷഫീർ മണ്ണാർക്കാട് പറഞ്ഞു പുലികൾക്കിടയിൽ കരിമ്പുലി മധു കൊട്ടാരക്കര. അതെ, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ മധു കൊട്ടാരക്കര പോയിട്ട് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ പാൽ കഞ്ഞി. അമേരിക്കൻ മലയാളികൾക്ക് ഈ നമ്മുടെ പഴങ്കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗൃഹാതുരത്വമാണ്, നൊസ്റ്റാൾജി അവർക്ക്. പക്ഷെ മധുവിന് നമ്മൾ പാൽക്കഞ്ഞ പ്രൊവൈഡ് ചെയ്യുന്നത്. വിജയന് വിഷയമൊന്നുമില്ല. വിജയ് ഇവിടെ സദ്യ റെഡിയാക്കാൻ പോകും. ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. സദ്യ റെഡി. സദ്യ അവിടെ പായസം റെഡി ആവുന്നുണ്ട്, സാമ്പാർ റെഡി. വിജയ് അങ്ങോട്ട് ഇറങ്ങിക്കൂ. എല്ലാം ഒന്ന് സ്പീഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം പറയട്ടെ, 4 പേരെയും കൂടെ വേണ്ടി വരും സഹായത്തിന്. നമുക്ക് ഇവിടെ ആരെങ്കിലും സഹായം വേണോ? ആഷ്മി, ആ ഡൽഹി മോഡൽ ഒരു സംഭവം എല്ലാരും കൂടെ വരണ്ട. ഇത് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ സംഭവം. വിജയ റെഡി. അത് 8 കൊല്ലം ഇളക്കണം. നമുക്ക് ഈ തിരുവോണ നാളിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആശംസകൾ നേരുകയാണ്. 24ന്റെ ഡയറക്ടറും അതുപോലെ ഫ്ലവേഴ്സിന്റെ വൈസ് ചെയർമാനുമായ ഡോക്ടർ വിദ്യ വിനോദ് ദുബായിലാണ്. ഡോക്ടർ വിദ്യ, ഓവർ ടു യു. എല്ലാ 24 ന്യൂസ് വ്യൂവേഴ്സിനും നമസ്കാരം. ഓണം എല്ലാ ഫാമിലീസിനെയും കൾച്ചറിനെ ഒന്നിക്കുന്ന ഒരു ഉത്സവമാണ്. നമ്മുടെ എല്ലാ മലയാളികളും പല സ്ഥലത്തുനിന്നും ആഘോഷിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും 24 ന്യൂസിന് നൽകിയ സപ്പോർട്ടിന് വളരെ നന്ദി. ഇതുപോലെ എന്നെന്നും ആ സപ്പോർട്ട് ഉണ്ടാവണം. വിഷിംഗ് യു ഓൾ ആൻഡ് യുവർ ഫാമിലീസ് എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം. താങ്ക് യു. ഡോക്ടർ ഉന്മേഷ്, താങ്ക് യു. ഡോക്ടർ വിനോദ്, ഡോക്ടർ വിദ്യ വിനോദ്, താങ്ക് യു. ഇങ്ങോട്ട് വന്നേ ഡോക്ടർ ഉന്മേഷ്. അപ്പോൾ വരണം, പിന്നെ ഡോക്ടർ ഉന്മേഷ് വരണം. അപ്പോൾ ഈ തലയ്ക്കൊരു ഗൗരവം വന്നോലെ ഉണ്ടല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ചെറിയ തലക്കോ കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പോഴേ ഉള്ളൂ, നേരത്തെ ഇല്ലായിരുന്നു. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ട് പോലെ? ഇപ്പോൾ ഈ ഓണക്കാലത്ത് എന്താ ഒരു ചിന്ത ഉള്ളില്? ഓണക്കാലത്ത് അടുത്ത ഓണത്തിന് എന്ത് ചെയ്യാന്നുള്ളതാണ് ചിന്ത. അത് അടുത്ത ഓണത്തിന് പോരെ? അത് അല്ല, ആലോചിച്ചിടക്കണല്ലോ. ഓക്കെ. അപ്പൊ ഈ മനോഹരമായി ശബ്ദം സൂക്ഷിച്ചോണം. കണ്ടത്തിൽ ആരും കയറി പിടിക്കാൻ നോക്കി. ഇല്ല, അതാണ് വലുത്. ആഷ്മി, അപ്പൊ നമ്മളെ തക്കാളി പീസ്. ആഷ്മി 8 കോലം എന്ന് പറയുന്നത് ആഷ്മി ഇളക്കുമ്പോഴേ ഇങ്ങനെ 8 കൊല്ലം ഇളക്കണം, എന്നാലേ ഇളകി വരുള്ളൂ. അത് നമ്മുടെ ചീഫ് പട്ടാരിക്കാന്ന് അറിയത്തില്ല. ഇനി നോക്കായിരുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തിരുവോണദിന ആശംസകൾ. വലിയ ഒരു മഹാസങ്കല്പത്തിൻ്റെ എഴുന്നള്ളത്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നന്മയും സ്നേഹവുമുള്ള ഒരു ഓണക്കാലം നമുക്ക് വീണ്ടും സമാഗതമായിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സ്റ്റാർ അവതാരകർ അവതരിപ്പിക്കുന്ന അവതാര പുലികൾ തുടരുകയാണ്. 12 മണി വരെ ഈ പരിപാടി നീണ്ടുപോകും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. മണിയുടെ മീഡിയ സെറ്റിലെ ടോൾക്ക വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം നിങ്ങളുടെ സ്വീകരണ മുറികളിലും ടെലഫോണിലും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഇനി നമ്മുടെ കലവറയിലെ ഗായക സംഘം നമുക്കൊപ്പം ചേരുകയാണ്. പ്രശസ്ത മേളവിദ്വാൻ എസ് വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഗായക സംഘം ഇപ്പോൾ പരിപാടി അവതരിപ്പിക്കുന്നത്. ഓവർ ടു കലവറ. ഇത് കലവറ ഗായക സംഘത്തിന്റെ ഗാനമേള തുടങ്ങുന്നതിന് മുമ്പ് ഈ ഉപകരണം ഒന്ന് പരിചയപ്പെടുത്താം. ഇതിന്റെ ഒരു കബാസ എന്നാണ്. കബാസ പേരില്ല, ചുമ്മാ അല്ല ഇത് പറയട്ടെ, ഇത് എന്താന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്തവരോട് നമ്മളെന്ന് പറയാനല്ലേ. ഇതിന്റെ ശബ്ദം എങ്ങനെയാണ് ശ്രദ്ധിക്കണേ. എന്താ വിജയകുമാര, എന്റെ പേരെന്താ പറഞ്ഞേ? ഇതിന്റെ ഉത്ഭവം എവിടുന്നാ? പേരെന്താ? എന്റെ പേര് വിജയകുമാർ. ഞാൻ താങ്കൾ പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. ഇത് കാണണമെങ്കിൽ ഈ സാധനത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാതെ. വിജയേട്ട ഒരു സംശയം, ഇതിന്റെ ഉത്ഭവം എവിടുന്നാണെന്ന്. നമ്മൾ എ ആർ റഹ്മാന്റെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ചെറിയൊരു ശബ്ദം കേൾക്കാം. അതൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഏത് നാട്ടിലെയാണെന്നും കൂടെ പറയോ? ഇത് ഇന്ത്യൻ അല്ല. ആഫ്രിക്കൻ ആണോ? അതെ, ഇത് എന്റെ സ്വകാര്യ ശേഖരത്തിലുള്ളതാണ്. ഇന്ത്യൻ അല്ല, വിദേശിയാണ്. ആഫ്രിക്ക പോയി കാണും. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? ശരി, നമുക്ക് പിടിക്കാം. ശരി, തകർക്കാം. പണ്ടെണ്ണായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലിനെ
പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പേ. അന്തിക്കുടം കാമത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തിലെ മീനും പിടിക്കണം, വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമിറ, അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമി. നിങ്ങൾക്കും പാടാം. 1 2 3 4. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി പാക്കറുമ്പേ. അന്തിക്കൂടം കാമിത്തി ഞാൻ ഇളങ്ങള്ളു കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഒന്നൂടെ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തിലെ മീനും പിടിക്കണം, വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമിറേ, അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതമിതിമിറേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നന്നായിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് വളരെ വിജ്ഞാനപ്രദമായിരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള ഗാനങ്ങൾ കലവറയൊന്നും നല്ല പാട്ടാണെന്ന് പറയുന്നില്ല. അപ്പൊ സദ്യ മാത്രമല്ല നല്ല പാട്ടും ഇവിടെ പറ്റും തെളിഞ്ഞല്ലോ. എന്റെ പണ്ടാരി 12 മണി സദ്യ കൊടുക്കണം. അനുജ, നമ്മളിനി എങ്ങോട്ടാ പോകുന്നത് ഇനിയിപ്പോ? സാർ, നമ്മുടെ ഈ ഓണം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ആചാരങ്ങളാണ്. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്ത് പല ആചാരങ്ങൾ, പല ഭക്ഷണം, ഇതൊക്കെയാണ്. ഒരു പൊടിക്ക് ഇങ്ങോട്ട് വന്നേ. അതെ, അപ്പൊ ഇതിൽ ഈ ഓണപ്പൊട്ടൻ എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഓണപ്പൊട്ടൻ, അതെ, അത് മലബാറിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. വടക്കൻ കേരളത്തിൽ ഇന്റർനാഷണൽ ആണോ ഓണപ്പൊട്ടൻ? ഇല്ലെങ്കിൽ ഓണം ഇല്ല എന്നുള്ളതാണ് മലബാർ. അതെ, അപ്പോൾ നമ്മൾ എന്താണ് ഓണപ്പൊട്ടൻ എന്നൊക്കെ ഉള്ളത് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പല സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വീടുകളിൽ ചെന്ന് അനുഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഏറ്റവും പുതിയ കാലത്ത് രാത്രികളിൽ പോലും ഓണപ്പൊട്ടൻ വീടുകളിൽ ചെന്ന് അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു റിപ്പോർട്ട് കണ്ടു നോക്കാം. നമ്മുടെ ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. ദീപക് വരൂ. മലബാറിലെ നാട്ടുവഴികളിൽ ഓണനാളുകളിൽ ഓണപ്പൊട്ടൻ ഓടിയെത്തും. ഓണം പൂർണ്ണമാകണമെങ്കിൽ ഓണപ്പൊട്ടനെത്തി അനുഗ്രഹിക്കണം. ഓണക്കാലത്ത് മലബാറിലെ ഐശ്വര്യ കാഴ്ചയാണ് ഓണപ്പൊട്ടൻ. പുറപ്പാട് ഒരുക്കം മുതൽ തന്നെ ചടങ്ങുകൾ പ്രധാനമാണ്. വ്രതം നോറ്റ് അകവും പുറവും ശുദ്ധമാക്കി വിളക്ക് വെച്ച് തൊഴുതാണ് മുഖത്തെടുത്ത്. മുടിവെച്ച് കുടയെടുത്താൽ പിന്നെ പുറപ്പെടലായി. കാരണവരുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി യാത്ര തുടങ്ങി. നാട്ടിൻപുറത്തെ ഓരോ വീടുകളിലും കയറി എല്ലാവരെയും അനുഗ്രഹിക്കണം. പകലു തിരക്കേറിയ ഈ കാലത്ത് രാത്രിയിലുമുണ്ട് ഓണപ്പൊട്ടൻ. നേരമിരുട്ടുമ്പോഴും ഓണപ്പൊട്ടൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് നാട്ടിൻപുറത്തെ സാധാരണ മനുഷ്യർ. ഈ നന്മയുടെ തെയ്യക്കോലത്തെ വരവേൽക്കാൻ പാടത്തു പൊട്ടനെത്തി അനുഗ്രഹിച്ചാൽ നൂറുമേനി വിളയുമെന്നതാണ് വിശ്വാസം. ഓണപ്പൊട്ടൻ വന്നാലേ ഓണം പൂർത്തിയാകുള്ളൂ. അപ്പോൾ ഇതൊരു സന്തോഷമാണ് ഓണപ്പൊട്ടൻ വരുന്നത് കാണുന്നതും. പിന്നെ വയലിലൊക്കെ അരി എറിഞ്ഞാൽ സമൃദ്ധിയാണ്. ഉണ്ണി പിറന്നാൽ ആദ്യ ഓണത്തിന് തന്നെ ഓണപ്പൊട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുകയെന്നതും നാട്ടിൻപുറത്തെ പഴയ ശീലങ്ങളാണ്. ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. വീടുകളിൽ ഓരോന്നിലും കയറി അനുഗ്രഹം ചൊരിയണം. ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഓണപ്പൊട്ടനെ വണങ്ങി ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം തേടും. അത് മലബാറിലെ സൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു വേറിട്ട കാഴ്ച കൂടിയാണ്. വീടുകളിൽ ഓണപ്പൊട്ടനെ സ്വീകരിക്കാൻ ഭക്തിപൂർവം കാത്തുനിൽക്കും. നിലവിളക്കും നിറനായിയും ഒഴുക്കി ആചാരവിധി പ്രകാരം. ഓണപ്പൊട്ടൻ്റെ മണികിലിക്കം കേട്ടാൽ മനസ്സിൻ്റെ അകത്തളത്തിൽ ഓണത്തിൻ്റെ തുടിതാളമാകും. പൂക്കളം വലം വെച്ച് വീട്ടിൻ്റെ പടിവാതുക്കിലേക്ക് ഓണപ്പൊട്ടനെത്തി അരിയെറിഞ്ഞ് അനുഗ്രഹിക്കും. വയോവൃദ്ധർ മുതൽ
കൊച്ചുകുട്ടികൾക്ക് വരെ ഓണപ്പൊട്ടൻ മനസ്സിൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ഞങ്ങൾക്ക് ഓണപ്പൊട്ടനെ വളരെ ഇഷ്ടമാണ്. ഓണപ്പൊട്ടൻ വന്നാൽ ഞങ്ങൾ ഹാപ്പിയാകും. പണ്ടൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കാൻ ആ മണിയടി ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് ഫ്രണ്ട്സും കുട്ടികളും എല്ലാവരുമായിട്ട് ഓടി വന്ന് ഇങ്ങനെ കാത്തു നിൽക്കാൻ. ആ ഓണപ്പൊട്ടനെ കണ്ട് ആ സദ്യയും കഴിച്ചാൽ ഓണം ഉഷാറായി. ഓണപ്പൊട്ടൻ പണ്ടേ വരലുണ്ട്, ഞങ്ങൾ ചെറുപ്പത്തിൽ വരലുണ്ട്. ഓണേശ്വരൻ എന്നും വിളിക്കുന്ന ഓണപ്പൊട്ടൻ മാവേലി മന്നൻ്റെ വരവ് പോലെ ഇതിഹാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തിരുവോണക്കാലത്ത് നന്മയുടെയും മേന്മയുടെയും ഐശ്വര്യത്തിൻ്റെ നിറവാർന്ന ഓർമ്മപ്പെടുത്തൽ. കാലമെത്ര മാറിയാലും മാറ്റമില്ലാതെ മലബാറിൻ്റെ നാട്ടുവഴികളിൽ തുടരുകയാണ് ഓണപ്പൊട്ടൻ്റെ വരവ്. എന്നാൽ തിരക്കേറുന്ന കാലത്ത് രാത്രിയിലാണ് ഓണപ്പൊട്ടനെത്തി അനുഗ്രഹിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് ഓണാശംസകൾ. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ദീപക് ധർമ്മടം, 24. ഓക്കെ അനുജ, നമുക്ക് ചില വാർത്തകളൊക്കെ വരുന്നു. രാഷ്മി, വാർത്തകളുടെ വിശദാംശങ്ങൾ കിട്ടിയോ? ഫ്രണ്ടിലോട്ട് വന്ന് വായിച്ചാൽ. ഓണത്തിന് സന്തോഷത്തിനിടയിൽ ചെറിയൊരു ചെറിയതല്ല സംഘവാർത്ത. ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒരു കെട്ടിടം തകർന്ന് 10 പേർ മരിച്ചു, കുറെ പേരെ കുടുങ്ങിക്കിടന്നു, ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അതിന്റെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജി ചേരുന്നുണ്ട്. വിനീത, ഹാപ്പി ഓണം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ അപകടത്തിന്റെ വാർത്ത കഴിഞ്ഞ് ഹാപ്പി ഓണം പറയാം. തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അതിനിടയിലാണ് ഒരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത കൂടി നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് 3 നില കെട്ടിടം മീററ്റിലെ സാക്കീർ കോളനിയിൽ തകർന്നു വീണത്. ഇവിടെ ഏറ്റവും പ്രധാനമായി ഈ കൂടുതൽ ആളുകൾ ഇങ്ങനെ തിങ്ങി പാർത്തിരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് ഏതാണ്ട് 15-ലധികം ആളുകൾ ഇതിനിടയിൽ അകപ്പെട്ടു പോയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 10 പേർ മരിച്ചിട്ടുണ്ട്. 14ഓളം പേരെ ഈ കെട്ടിടത്തിനിടയിൽ നിന്ന് കുടുങ്ങിക്കിടന്ന കെട്ടിടത്തിനിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഈ രക്ഷാപ്രവർത്തകരെത്തി ആ രക്ഷാപ്രവർത്തനമൊക്കെ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി കൂടുതൽ ആരെങ്കിലും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി, വളരെ സങ്കടകരമായി പോയി. അപ്പോൾ ഗോപികൃഷ്ണൻ, നമ്മൾ ശരിക്കും ഓരോ ഓണവും നമ്മളെ ഓർമ്മപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിനി ഈ അടുത്ത ഓണം വരെ നമ്മൾ എന്ത് ചെയ്യും? എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലയിൽ 24-ൻ്റെ ഇനിയുള്ള വരും നാളുകളിൽ എന്തായിരിക്കും 24-ൻ്റെ യാത്ര ഏത് വഴിക്കായി? അല്ല, 24-നെ സംബന്ധിച്ച് 24 എല്ലാ സമയത്തും അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്കിടയിൽ. കാരണം നമുക്കറിയാം, നമ്മുടെ പരമ്പരാഗതമായ വഴി വിട്ടിട്ടാണ് നമ്മൾ പുതിയൊരു വഴി വെട്ടി തുറന്നാണ് പ്രേക്ഷകർക്കിടയിൽ. നമ്മുടെ ഒരു ചെറിയ ഒരു കഷ്ണം ഞാൻ വെക്കട്ടെ, തള്ളല്ല. അത് തള്ളല്ല, ഇത് തള്ളല്ലെന്ന് ഞാൻ പറയട്ടെ. തള്ളല്ല, പ്രേക്ഷകർക്ക് എന്നായിട്ട് അറിയാം. കാരണം 24 ഒരു ആ അർത്ഥത്തിൽ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു നമ്മൾ ശരിക്കും. അപ്പൊ നമ്മൾ ഇനിയും നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിശ്രമിക്കാനുള്ള സമയമില്ല. ഇനി കൂടുതൽ തീരെയില്ല. കാരണം പുതിയ കുറെ ചാലഞ്ചസ് നമ്മുടെ മുന്നിൽ വരികയാണ്. വിഹീനമായ രാവുകളിലൂടെ നമ്മൾ മുഴുവൻ ഡോക്ടർ ഉന്മേഷ് ശിവരാമനെ ഉറക്കം മാറ്റി ഉറക്കം തൂങ്ങിയായിരുന്നു PhD കിട്ടുമായിരുന്നു. PhD കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഇനി പ്രിയപ്പെട്ട സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഗോപികൃഷ്ണൻ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, ഈ വാർത്തയുടെ മേധാവിയാണ്. അപ്പോൾ 24-ൻ്റെ യാത്ര അത്ര സുഖകരമായിരിക്കും. എന്നാൽ മത്സരം കടുത്തു വരികയാണ്. കടക്കുന്ന മത്സരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. കാര്യം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ വരും എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മളതിനെ ഭയപ്പെടുന്നുമില്ല. കാരണം നമ്മൾ പ്രേക്ഷകർ നമുക്കൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് നീങ്ങും, ഒരു കുടുംബം പോലെ. അവതാര പുലികൾ തുടരുകയാണ്. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർ കാണുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ നന്മ നിറഞ്ഞ ഒരു ഓണത്തിൻ്റെ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ മലയാളികൾ ലോകമെമ്പാടും തിരുവോണം ആഘോഷിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ഈ കാക്കനാടുള്ള നമ്മുടെ സ്റ്റുഡിയോയിലും ഓണം ആഘോഷിക്കാൻ നമ്മുടെ സഹകാരികളൊക്കെ തയ്യാറായിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ നിന്ന് തത്സമയം ചേരാൻ പോകുന്നത്. ശ്രീലക്ഷ്മി, ഹാപ്പി ഓണം. നമ്മുടെ ഡെസ്കിൽ എന്താ വിശേഷം ഇപ്പോൾ? വാർത്ത ഓക്കെ. ഓണം അടിച്ചു പൊളിക്കുമ്പോൾ നമ്മുടെ മറ്റൊരു സംഘം ഇവിടെ കാക്കനാട് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ ഓണം ആഘോഷിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ പൂക്കളമൊക്കെ ഇട്ടു, ഡെസ്കൊക്കെ ആകെ അലങ്കരിച്ചിട്ടുണ്ട്, പൂവൊക്കെ ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാവരും കേരള തനിമയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇത്തവണ വയനാടിലെ ദുരന്ത ബാധിതരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഓണമാണ്. നമുക്കിവിടെ എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ഓണ വാർത്തകൾക്കിടയിൽ, ഓണ വിശേഷങ്ങൾക്കിടയിൽ മറ്റു ചില വാർത്തകൾ കൂടി എടുക്കേണ്ടതുണ്ട് SKN. അപ്പോൾ അതിൻ്റെ തിരക്കുകളിലാണ് ഇവിടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിലുള്ളവരൊക്കെ. നമുക്ക് ഇവിടുത്തെ ഓണവിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമ്മുടെ ഡെസ്കിലെ നായകൻ ദിലീപേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ദിലീപേട്ട, ഇത്തവണത്തെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഓണം നമുക്ക് ഇത്തവണ എന്താ സ്പെഷ്യലായിട്ടുള്ളത്? ഇത്തവണ ഓണം ഗംഭീരമാണ്.
തകർത്തോണം തിമിർത്തോണം എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. മാത്രമല്ല വയനാട് ദുരന്തത്തിന് പിന്നാലെയുള്ള ഒരു ഓണക്കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഈ അതിജീവിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ ചേർത്ത് പിടിച്ചോണം എന്ന നിലയിലാണ്. ഏതായാലും ഈ ഓണാഘോഷത്തിനോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം സദാ സജ്ജമായിരിക്കുകയാണ്. നമുക്ക് മറ്റ് എല്ലാവരുടെ അടുത്തേക്കൊന്ന് പോകാം, ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് കോപ്പി ഡെസ്കിൽ ഇപ്പോൾ സരുൺ ചേരുന്നുണ്ട്. സരുണിൻ്റെ ആദ്യത്തെ ഓണമാണ് 24-നൊപ്പം. എന്താണ് ഇത്തവണ 24-നൊപ്പം എൻ്റെ ആദ്യത്തെ ഓണം ആണ്. ഇവിടെ ഈ ആഘോഷം അത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിൻ്റെ വൈബിലാണ്. 10-13 വർഷമായിട്ട് എല്ലാ തവണയും ഓണാഘോഷം ഡെസ്കിൽ തന്നെയാണ്. ഇത്തവണയും അതിന് മാറ്റമില്ല, 24-നൊപ്പം തന്നെ. ഓണം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പം സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോവുക, അത്തരം കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10-13 വർഷമായി ഈ ഡെസ്ക് തന്നെ ആണ് ഓണം. സരുൺ പാട്ട് പാടുന്നു ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണോ? 2 വരി ഒന്ന് പാടാമോ? പണ്ടൊക്കെ പാടുമായിരുന്നു, ഇപ്പൊ പാടുക ഒരു വരി ഇല്ല. നമുക്ക് നമ്മുടെ അസൈൻമെന്റിന്റെ നെടുംതൂണ് തനേഷ് തമ്പി ചേരുന്നുണ്ട്. തനേഷ് ചേട്ടൻ രാവിലെ തൊട്ട് സെൽഫി എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ തനേഷ് ചേട്ടൻ ഇത്തവണത്തെ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ എന്താണ്, പ്രത്യേകത? നമുക്ക് എല്ലാ വർഷത്തെ പോലെ ഓഫീസ് ഓണം, നമ്മളെല്ലാവരും ഒന്നിച്ചോണം, നാട്ടുകാരൊക്കെ തകർത്തോണം, എല്ലാവരും ഗംഭീരമാക്കണം. ഏറ്റവും കൂടുതൽ മിസ്സിംഗ് ഒന്നുമില്ല. എല്ലാ വർഷവും ഇതൊരു പതിവാണല്ലോ. നമ്മൾ ഓഫീസിലാണ് നമ്മുടെ എല്ലാ തിരുവോണങ്ങളും ഉത്രാടവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് മിസ്സിംഗ് ഒന്നുമില്ല, ആഘോഷിക്കുക. അപ്പോൾ നമ്മളിവിടെ ന്യൂസ് ഡെസ്കിൽ എല്ലാവരും ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിലൊക്കെ തന്നെയാണ്. നമുക്ക് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് ആഘോഷിച്ചിരുന്നു. നമുക്കിവിടെ നമ്മുടെ റൺഡൗൺ പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ട്. എല്ലാവരും തിരക്കിലാണ്, വാർത്തകളൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലാണ്. നമുക്ക് ചോദിക്കാം, നമ്മുടെ ഷോയുടെ റൺഡൗൺ പ്രൊഡ്യൂസർ അനീഷ് ഉണ്ട്. അനീഷ്, എന്താണ് ഇത്തവണ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ? എല്ലാ തവണയും ഇതുപോലെ വെറൈറ്റിയാണ് ഓണം. നമ്മുടെ ജീവനക്കാരെല്ലാവരും ഇത്തവണയും പതിവ് പോലെ ഓഫീസ് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. അനീഷ്, ഇപ്പോൾ 24-നൊപ്പം എത്ര വർഷമായി? ഞാൻ സരുൺ ചേട്ടനോട് ഇപ്പോൾ ശ്രീലക്ഷ്മി ചോദിച്ചപ്പോൾ ഞാൻ എണ്ണുമായിരുന്നു എത്ര വർഷമായി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 8-9 വർഷമാണ് ഇപ്പോൾ 24-ൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഓഫീസിൽ തന്നെയായിരുന്നു ഓണം ആഘോഷിച്ചത്. ഫെബി ചേച്ചി, എങ്ങനെയുണ്ട് ഓണം? ഇത്തവണ ദിലീപേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തകർക്കാണ് 24-നൊപ്പം. മിസ് ചെയ്യുന്നത് എന്താണ് ഓണം ഏറ്റവും കൂടുതൽ? മിസ് ചെയ്യുന്നത് ഓഫീസിനോടൊപ്പം തന്നെയാണ് ഓണം. അതുകൊണ്ട് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ നന്നായി നടക്കുന്നു, അതുകൊണ്ടൊന്നും മിസ് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാവരും ഓണാഘോഷത്തിൻ്റെ ഒരു തിരക്കിലാണ്. നമ്മൾ ഇവിടെ എല്ലാവരും രാവിലെ കേരള തനിമയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഷോയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ കൂടിയുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലേക്ക് നമുക്കൊന്ന് പോകാം. അവരുടെ ഓണവിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞു വരാം. SKN, ഹലോ, ഹാപ്പി ഓണം. നമ്മുടെ ഷോയുടെ മെയിൻ പ്രൊഡ്യൂസർ സനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ്. സനൂപ്, ഹാപ്പി ഓണം. എന്താണ് ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ? ഈ ഓണം 24-നൊപ്പമാണ്. അത് തന്നെയാണ് ഇവിടെ എല്ലാ വർഷത്തെയും പോലെ അല്ലേ? ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല, ഇവിടെ തന്നെയുണ്ട്, കൊച്ചി തന്നെയാണ്. ഓണം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ് സനൂപ്? ഓണത്തിന് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, അതൊക്കെ തന്നെയാണ് മിസ് ചെയ്യുന്നത്. നമുക്ക് വിഷ്ണു, ഇത്തവണത്തെ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ എന്താണ് വിഷ്ണു? സ്പെഷ്യൽ ഞാനിപ്പോൾ രണ്ടാമത്തെ ഓണമാണ്, ലൈക്ക് 24-നൊപ്പം രണ്ടാമത്തെ ഓണം. അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. നാട്ടിൽ പോകുന്നുണ്ടോ? നാട്ടിൽ 18th പോകുള്ളൂ. ഓണസദ്യയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ നാട്ടിലെ? നാട്ടിലെ മലബാർ സദ്യ kind of മിസ് ചെയ്യുന്നുണ്ട്. യെസ്, മലബാർ സദ്യ അത് മിസ് ചെയ്യുന്നുണ്ട്. അത്രയുള്ളൂ. നമുക്ക് ഇവിടെ സ്വിറ്റ്സറിലുള്ള ആളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഓണം ഇത്തവണ? എന്താണ് സ്പെഷ്യൽ? പതിവ് തന്നെ ഇവിടെ തന്നെ നമ്മൾ എല്ലാവരും കൂടെ. 24-നൊപ്പം എത്രാമത്തെ ഓണമാണ്? 6ാമത്തെ ഓണമാണ്. ഇത്തവണ എന്താ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്? നാട്ടിൽ പോകുന്നുണ്ടോ? നാട്ടിൽ പോകുന്നില്ല, ഫാമിലിയാണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ SKN എല്ലാവരും ഓണത്തിൻ്റെ ഒരു ആവേശത്തിലൊക്കെയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മകളാണ്, ഗൃഹാതുരത്വമാണ്, അതുപോലെ തന്നെ കളർഫുള്ളാണ്, ഹാപ്പിനെസ് ആണ്, അങ്ങനെ എല്ലാമാണ് ഓണം. അപ്പോൾ അവിടെ നമ്മുടെ മണിയുടെ ടീം അടിച്ചു പൊളിക്കുന്നതിനൊപ്പം നമ്മളിവിടെ കാക്കനാട് സ്റ്റുഡിയോയിലും ആവേശം ഒട്ടും ചോരാതെ അടിച്ചു പൊളിക്കുകയാണ് SKN. ഒരു കാര്യം കൂടെ, നമ്മുടെ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓണം ദിനത്തിലാണല്ലോ നമ്മുടെ ഈ അവതാരപ്പുലികൾ ഇങ്ങനെ കയറുന്നത്. അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളുണ്ട്, ഇന്നുണ്ട് നമ്മുടെ കൂടെ. ടിൻഡോ ഉണ്ട്. ടിൻഡോയെ നമുക്ക്
ടിൻഡോ 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 ഇതാണ് ടിൻഡോ. നാശിപ്പിച്ച് കളഞ്ഞ് ഈ കാര്യം ഒരു മൈക്ക് കൊടുക്കിട്ടുണ്ടോ ഹാപ്പി ഓണം ടിൻഡോ? വളരെ കാലമായി അവതാര പുലികളുടെ പ്രൊഡ്യൂസറായി ജോലി ചെയ്യുമ്പോൾ എന്താണ് അങ്ങയുടെ ഹൃദയത്തിൽ ബുദ്ബുദം പോലെ പൊങ്ങി വരുന്നത്? ഇല്ല സാർ, ഞാൻ ആദ്യത്തെ അവതാര പുലികളിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് നമ്മൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊമോഷൻ കിട്ടിയതാ? പ്രൊമോഷൻ കിട്ടിയത്. അതിനുശേഷം നമ്മൾ പ്രൊഡ്യൂസറാക്കി. എല്ലാ തിരുവോണത്തിനും നമ്മൾ ഈ ഫ്ലോറിലും ഇവിടെ എല്ലാവരോടൊപ്പം ഇവിടെയുള്ള ആളുകളോടൊപ്പം നമ്മൾ സദ്യ കഴിക്കുന്നു, ആഘോഷിക്കുന്നു. സാറിനോടൊപ്പം ഇതേപോലെ തന്നെ നമ്മുടെ ആങ്കേഴ്സിനോടൊപ്പം. നല്ല ഫസ്റ്റ് ക്ലാസ് ഉടുപ്പാ ഇത്? അതൊക്കെ രഹസ്യമാണ്, അടിച്ചു മാറ്റിയതാണ്. അപ്പൊ ബുദ്ബുദം പോലെ ഒന്നും ഇവിടുന്ന് പൊങ്ങി വരുന്നില്ല? ഇല്ല, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഈ തവണയും നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. നല്ല റെസ്പോൺസ് നമ്മൾ യൂട്യൂബിലും മറ്റേതെങ്കിലും കാണുമ്പോഴാണ് നമ്മുടെ സന്തോഷം. അതുപോലെ നമ്മുടെ PCRലും നമ്മുടെ ആൾക്കാരുണ്ട്, അവരെല്ലാവരും ഇത് കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നൃത്തം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഈ 40 കൊല്ലക്കാല മീഡിയ ചരിത്രത്തിൽ ആദ്യമായിട്ട് നൃത്തം വെച്ചതാ. എന്നെ കണ്ടിട്ടായിരിക്കും. ക്ഷമയുടെ നെല്ലിപ്പിലെ ജനങ്ങൾ കുടിച്ചു കൊടുത്തു. ഓക്കെ, റെഡി. സൂപ്പറായിട്ട് ഡാൻസ് ചെയ്തു എന്നുള്ള കമന്റും വന്നു. അത് എന്നുവെച്ചാൽ മേലാൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി. അപ്പൊ ടിൻഡോ, സന്തോഷം. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആശംസകൾ നേരാൻ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും ഡയറക്ടർ കൂടിയായ സതീഷ് ജി പിള്ള, അദ്ദേഹം ഖത്തറിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സതീഷ് ചേട്ടാ, ഹാപ്പി ഓണം അങ്ങയുടെ ഫാമിലിക്കും. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ടോ പ്രിയദലക്ഷ്മി? അതെ എസ്കേൻ, നമ്മൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ്? തൃക്കാക്കര. നമ്മുടെ ഓഫീസിന്റെ അടുത്താണ് വാമനമൂർത്തി. അതെ, വാമനമൂർത്തി ക്ഷേത്രം. അവിടെ ഓണസദ്യ കെങ്കേമമാണ്. കഴിക്കാൻ പോയിട്ടുണ്ട് എസ്കേൻ? കഴിക്കാൻ പറ്റിയിട്ടില്ല. കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് വഴിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നല്ല സദ്യ നടക്കുന്നത്. സദ്യ എവിടെ കണ്ടാലും നമുക്ക് ഒരു കഴിക്കണമെന്നുള്ള തോന്നുന്നു. 20,000-ഓളം പേര് സദ്യ ഉണ്ണാൻ എത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എല്ലാ വർഷവും നടത്തുന്നതാണ് ഓണത്തോടനുബന്ധിച്ച്. അപ്പോൾ ഈ സദ്യയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി P. രാജീവ് ഭദ്രദീപം തെളിയിച്ചതോടെ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ സദ്യ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിതിൻ അംബുജൻ അവിടെ സദ്യ ഉണ്ണാൻ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രി രാജീവ് സദ്യ കഴിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. സദ്യ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ പ്രേക്ഷകർ ന്യായമായിട്ട് സംശയിക്കും, വേറെ ചിലത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു. അത് അത്രയും ആലോചിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് തൃക്കാക്കരയിലേക്ക് സദ്യവട്ടത്തിലേക്ക് പോകാം. ഓവർ ടു തൃക്കാക്കര. തൃക്കാക്കരയിലെ പ്രസിദ്ധമായ ഓണസദ്യ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ മന്ത്രി P. രാജീവും അതോടൊപ്പം തന്നെ ബെന്നി ബെഹൻ അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും മുടക്കാതെ തൃക്കാക്കരയിലെ ഓണസദ്യക്ക് വേണ്ടി എത്തുന്നതാണ് മന്ത്രി P. രാജീവ്. എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നതാണ്. അതെ, വിവാഹം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഓണല്ലേ? രണ്ടാമത്തെയാണ്. അപ്പോൾ കുഴപ്പമില്ല. എല്ലാ വർഷവും ഇവിടുന്നാണ് ഓണം ആരംഭിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ ഒരു അഭിമാനമാണ് തൃക്കാക്കര ഉത്സവം എന്നുള്ളത്. 10 ദിവസം ഓണാഘോഷങ്ങളാണ്. ഇത്തവണ ചൂരൽമല ദുരന്തത്തിന് ശേഷമുള്ള വീണ്ടെടുക്കലിൻ്റെ ഘട്ടത്തിലാണ്. എല്ലാവരും ഒരുപോലെ 10 ദിവസം നല്ല രീതിയിലുള്ള പങ്കാളിത്തത്തോടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സദ്യയുണ്ട്. ഇപ്പോൾ തിരുവോണ സദ്യ രാവിലെ 10:30 തന്നെ ആരംഭിച്ചു. നല്ല പങ്കാളിത്തമാണുള്ളത്. ഹാപ്പി ഓണം മിസ്റ്റർ ഭക്ഷണം P. രാജീവിന്റെ ഭാര്യ ഇപ്പോൾ ചേരുന്നുണ്ട്. നമ്മുടെ മിനിസ്റ്റർ എല്ലാ വർഷവും ഇവിടെ തന്നെ എത്താൻ? എല്ലാ വർഷവും ഇവിടെ കൂടെ വരാറുണ്ട്. ഈ വർഷവും കൂടെ വരാൻ പറ്റി. ഹാപ്പി ഓണം. മക്കളടക്കമുള്ള കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ വർഷങ്ങളായി ഈ തൃക്കാക്കരയിലെ ഓണസദ്യക്കായി എത്തുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണസദ്യ? ഒരു വ്രതം പോലെയാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സംതൃപ്തിയാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ളത്. 35 വർഷത്തോളമായി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ നിന്ന് ഓണം തുടങ്ങിയാലേ ഓണത്തിനൊരു ആവേശം ഉണ്ടാകുള്ളൂ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമായ ഓണം അത് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് ഇവിടെ വരുമ്പോഴാണ്. ഇപ്രാവശ്യം വയനാടിൻ്റെ പശ്ചാത്തലം നമുക്ക് ചെറിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഓണം എന്ന് പറയുന്ന ആ ഒരു ആഘോഷം മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതാണ്. എല്ലാവിധ ഓണാശംസകളും. നമ്മൾ എവിടെ MP എന്ന തരത്തിൽ എവിടെയായാലും ഇവിടെ എത്തിപ്പെട്ടു. എവിടെയാണെങ്കിലും ഞാൻ ഒരിക്കലും ഓണം ഇവിടെ മിസ് ചെയ്തിട്ടില്ല. എവിടെ ഞാൻ എൻ്റെ പരിപാടി ഇടുമ്പോൾ ഓണത്തിന് തൃക്കാക്കര നിന്ന് ആദ്യം എഴുതി വെക്കും. അതിനുശേഷമുള്ള പരിപാടികളോട്. MP-യുടെ ഭാര്യയും ചേരുന്നുണ്ട്. കഴിഞ്ഞ സദ്യ? കഴിഞ്ഞു. നല്ല സദ്യയായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യം നല്ല സദ്യയായിരുന്നു. ഇപ്പോൾ BJP നേതാവ് AN രാധാകൃഷ്ണനും അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഈ ഓണസദ്യ കഴിക്കാനായി എത്തിയിട്ടുണ്ട്. മുടങ്ങാതെ ഇവിടെ എത്തുന്നൊരു പതിവ് ചടങ്ങ്. സാധാരണ ഉത്തരാടത്തിലാണ് വരാറ്. ഈ പ്രാവശ്യം തിരുവോണത്തിനാവാമെന്ന് വിചാരിച്ചു. നല്ല സന്തോഷകരമായ ചടങ്ങാണ്. എല്ലാ ആളുകളും ഉണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. പ്രത്യേകിച്ച് വാമനമൂർത്തിയുടെ ഒരു ആസ്ഥാനമാണല്ലോ തൃക്കാക്കര. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് എല്ലാവരും ഒരുമിച്ച് കൂടാനും. സദ്യ ഗംഭീര സദ്യയല്ലേ, അടിപൊളി സദ്യ. എങ്ങനെയുണ്ട് ചേച്ചി സദ്യ? വളരെ സന്തോഷം.
വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ്. കാരണം കുടുംബസമേതം ജനപ്രതിനിധികളെല്ലാം തന്നെ വന്ന് സദ്യ കഴിക്കുന്നു. വൈകിട്ട് 5 മണിവരെ ഈ ഓണസദ്യ ഇവിടെ നീളുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 20,000-ഓളം ആളുകളെയാണ് ഈ ഓണസദ്യക്കായി സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഈ ഹോളിന് പുറത്ത് ഏതാണ്ട് ഒരേ സമയം 1800 പേർക്ക് ഓണസദ്യ കഴിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിതിൻ അംബുജനാണ് തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡോക്ടർ ഉന്മേഷ്, ഞാൻ ചോദിക്കാൻ മറന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത്? ഈ മനോഹരമായ ശബ്ദം കീപ്പ് ചെയ്യുന്നതിന് എന്തൊക്കെയാ ലേഖ്യങ്ങളൊക്കെ കഴിക്കാറുണ്ടോ? അതോ ലേഖ്യം കഴിക്കാതെ തന്നെയാണ് ഈ ശബ്ദം ഉണ്ടായത്. ഇത് എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനൊരു ശബ്ദം കിട്ടിയത്? പാളയെ വീണപ്പോഴേ ഉണ്ടായിരുന്നു? ഒരിക്കലും അല്ല. ഒരു PG കഴിഞ്ഞപ്പോഴായിരിക്കും. PG അപ്പോഴാണ് ഈ ശബ്ദം ഇത്തിരി കനപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട്. അത് ഈ PhDക്ക് ശേഷമാണ്. കനപ്പിക്കാൻ പറ്റുന്നില്ല, വേണ്ടാന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, ഡോക്ടർ ഉന്മേഷിന്റെ മനോഹരമായ ശബ്ദം 24ന്റെ ഒരു ക്രെഡിറ്റാണത് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ശബ്ദം സൂക്ഷിച്ചോളൂ. താങ്ക് യു. അല്ല, എനിക്ക് നന്ദി പറയുന്നത് സ്വന്തമായിട്ട് സൂക്ഷിക്കാൻ. ഓക്കെ ഡോക്ടർ ഉന്മേഷ്, വീട്ടുകാർക്കൊക്കെ സുഖമാണല്ലോ? സുഖമാണ്. ഈ PhD കൊണ്ട് വീട്ടുകാർക്ക് ശല്യമൊന്നുമില്ലല്ലോ? അന്തമിട്ട ഗൗരവം കൊണ്ട് വീട്ടിൽ കയറാറില്ലല്ലോ. അപ്പോൾ ഇത് മറക്കണ്ട, ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ വീട്ടിന്റെ വരാന്തയിൽ എഴുതി വെച്ചാൽ കുപ്പിയായിട്ട് ചികിത്സയ്ക്ക് എത്തണ്ട. ഇത് MA PhD ആണ് ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. അതെ. ഇതുവഴി ഒന്ന് പോയാലേ നമ്മുടെ കാക്കനാട് സ്റ്റുഡിയോയിൽ ഒരു വാർത്താ വായനയ്ക്ക് സമയമായിട്ട്. ഓക്കെ സാർ, താങ്കൾ ഇതുവഴി പോകും. ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് തോന്നരുത്. ഓക്കെ. അപ്പൊ ഉന്മേഷ് ഉന്മേഷിന്റെ കവിത അത് പുറകെ വിളിച്ചല്ലേ? നീ വാർത്ത കൊളാവും, ആൾക്കാരെ പിൻവഴി വിളിച്ചു. 2 വരി ഡോക്ടർ ഉന്മേഷിന്റെ ഇത് പറയുന്ന കവിതയാണ്. അപ്പൊ ഇനി അടുത്തതായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ കവിത പറയുന്നു. എഴുതിയ കവിതയാണ്. ഉന്മേഷ് എഴുതിയ കവിത. ഈ എഴുത്തുണ്ടോ? ഈ പ്രണയ പാരവശ്യം തുളുമ്പുന്ന കവിതകളാണോ എഴുതാറുള്ളത്? അല്ല, ഇത്ര എഴുതുമായിരുന്നു. ഇപ്പം വേറെ സൈഡ് മാറ്റിയതാ. നേരത്തെ അങ്ങനെ ആയിരുന്നു. ആണോ? വണ്ടി മാറ്റി പിടിച്ചു. 1 2 3. കടല് പോലെ ചിലരുണ്ട്, എത്ര ഇറങ്ങിച്ചെന്നാലും കടലാഴം ബാക്കിയാകും. നീലപ്പരപ്പ് കണ്ട് എടുത്തു ചാടരുത്, ഒരു തിര വന്ന് മുക്കുക പൊടുന്നനെയാകും. നീന്താമെന്നേ ഉള്ളൂ, കര തൊടില്ല, അല്ലെങ്കിലും കടലെടുത്തവരാരും തിരികെ വന്നിട്ടില്ലല്ലോ. ബിപിയോട് പറഞ്ഞാണോ? അല്ലല്ല, കടലിൽ പോയാലും നമ്മൾ തിരിച്ചു വരും. താങ്ക് യു. അത് വളരെ അല്ല, ശരിക്കും വാക്കുകൾക്ക് ഗർഭം ധരിക്കുന്ന വാക്കുകളാണ്. അതെ. Okay, thank you. That was the poem read by Dr. Unmesh Shivaraman. നിങ്ങൾക്കാർക്കും വീടും കൂടും വീട്ടുകാരൊന്നും ഇല്ലേ? രാവിലെ തുടങ്ങി കശവശയാണ്. എന്തുവാടേ ഇത്? കറക്റ്റ് ചോദ്യമാണ് ഇത്. എന്തുവാടേ ഇത് അല്ലേ? ഇത് ഈ ചോദ്യം നമ്മൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുക കുറേ കാലമായിട്ട്. അപ്പോൾ നമുക്കിതാണ് വീട്. 24 ഫ്ലവേഴ്സും ഒക്കെ തന്നെ വീട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഭീമ ജുവലേഴ്സിൻ്റെ ചെയർമാനുമായ, അതുപോലെ നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റി ചെയർമാനും നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും ഡയറക്ടർ കൂടിയ ഡോക്ടർ B ഗോവിന്ദൻ സാറ് നമുക്കൊപ്പം ആശംസകൾ നേരാനെത്തുന്നു. ഗോവിന്ദൻ സാർ, അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും ഞങ്ങൾ ആത്മാർത്ഥമായ ഓണാശംസകൾ നേരുന്നു. തിരുവനന്തപുരത്താണ് അദ്ദേഹം ഉള്ളത്. അങ്ങേക്ക് സുഖമാണ് എന്ന് കരുതുന്നു. അങ്ങയുടെ ഫാമിലിക്കും ഞങ്ങളുടെ അന്വേഷണം. ഓവർ ടു യു ഡോക്ടർ B ഗോവിന്ദൻ സാർ. നമസ്കാരം, ഞാൻ ഗോവിന്ദൻ, ഭീമ ജ്വല്ലറിയുടെ ചെയർമാൻ. 24 ചാനലിൻ്റെയും ഫ്ലവർ ചാനലിൻ്റെയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെയും ഭീമയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഇനി നമ്മൾ മറ്റ് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്കുള്ള സമ്മാനവും അതുപോലെ അവർക്കുള്ള ഓണാശംസയുമായി നമ്മുടെ വാർത്താ സംഘം വരുന്നത്. ശ്രീകുമാരൻ ഒരു വീട്ടിലേക്ക് കയറുന്നു. ഏത് വീടാണെന്ന് പ്രേക്ഷകർ കണ്ടോളൂ. ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും ബക്രീദ് വന്നാലും പെരുന്നാൾ വന്നാലും ഒക്കെ എപ്പോഴും നിരത്തിലുള്ള കുറേ മനുഷ്യരുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ വിഭാഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിരത്തിലുള്ള കുറച്ച് മനുഷ്യരുണ്ട്. അവരോടൊപ്പമാണ് നമ്മളുള്ളത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ. ഇന്ന് കുറേ പോലീസുകാരൊക്കെ ഇപ്പോഴും ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വളരെ ചുരുക്കം ചില പോലീസുകാർക്ക് മാത്രമാണ് അവധിയുള്ളൂ. അവരെന്തായാലും അവരുടെ ഓണം ഒരു അവധി ദിനമൊന്നും അല്ലെങ്കിലും അവരൊരു ഓണമൊക്കെ ഈ മേഖലയിൽ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ പോലീസുകാരാണ്. CI ഷിബു ആണ്. ഒരു വലിയ പൂക്കളമൊക്കെ ഇട്ട്, ഓണപ്പൂക്കളം, തിരുവോണ പൂക്കളമൊക്കെ ഇട്ട് പോലീസുകാർ ആ ഓണം അങ്ങ് കളറാക്കുകയാണ്. എന്തായാലും ഷിബു സാറിന് എന്തായാലും ഇത്തവണ ഓണം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു, ഷിബു സാറിൻ്റെ സഹോദരൻ മരിച്ചതിന് ശേഷം. പക്ഷേ ആളുകളുടെ ഓണം കളറാക്കാൻ ഡ്യൂട്ടിയിലാണ്. അതെ, ഡ്യൂട്ടിയിലാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, SI മാരും പോലീസ് പാർട്ടി മുഴുവൻ റോഡിലാണ്. ഇന്നലെ മുതൽ നമുക്ക് പൂരാടം മുതൽ ഓണത്തിൻ്റെ തിരക്കായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം ഇന്നൊരു സന്തോഷമുണ്ട്.
നമുക്ക് 15 വയസ്സുള്ള ഒരു കുട്ടി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ മാധ്യമങ്ങളും. ആ കുട്ടിയെ നമുക്ക് രാവിലെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ നമ്മുടെ പോലീസ് പാർട്ടി ഓണം ഉത്രാടമൊന്നും ആലോചിച്ചില്ല, പാഞ്ഞു. കണ്ടെത്താനായിട്ട് രക്ഷകർത്താക്കളും ബന്ധുക്കളും അവരുടെ ബന്ധപ്പെട്ട പള്ളി ഇടവകയിലെ ആൾക്കാരും നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഇന്ന് രാവിലെ ആ കുട്ടിയെ കിട്ടിയത്. ഞാൻ പറഞ്ഞു ഉത്രാടപ്പാച്ചിൽ അങ്ങനെ നടത്തി. അതെ, അതിൻ്റെ രീതിയിലായിരുന്നു. ഇന്ന് ഓണത്തിൻ്റെ തിരുവോണ തിരക്ക് റോഡിൽ കുറവുണ്ട് രാവിലെ. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്കാവും. നമ്മുടെ എല്ലാ ആൾക്കാരും പിന്നെ ഇപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥർ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോയി ഓണാഘോഷിക്കുന്ന തരത്തിലാണ് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതെ, എല്ലാവർക്കും ഓണാഘോഷിക്കത്തക്ക തരത്തിലാണ് ഡ്യൂട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും വീട്ടിൽ ഓണം ആഘോഷിക്കാനും കഴിയും, ഒപ്പം നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് ഓണം നൽകി. ഓണം എങ്ങനെയുണ്ട്? ഓണം നല്ലത്. ഓണത്തിൻ്റെ പൂക്കളൊക്കെ ഇട്ടു. പുറത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം സാറ് ഞങ്ങൾക്കെല്ലാം നിർദ്ദേശം എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നെ. ഞങ്ങളെല്ലാം നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്തിരുന്നു. ഒരു പാട്ട് പാടട്ടെ? തീർച്ചയായും പാട്ട് പാടണം. ഓണത്തുമ്പികൾ പാടും പുഴയോരം ഓടക്കുഴലൂതും കാറ്റിൻ കളിമേളം ഓർമ്മകൾ പൊന്നൂഞ്ഞാലാടും താഴ്വാരം ഓമനിക്കാൻ എൻ്റെ മനസ്സൊരു കൗമാരം ഓണത്തുമ്പികൾ പാടും പുഴയോരം. ഗായകനാണ്, ഒന്നും പറയാനില്ല രാജേഷ് സാറ്. എങ്ങനെയുണ്ട് പൊതുവിൽ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിലെ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ രാവിലെ പോയിട്ടാണ് വീട്ടിലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വന്നതിനും വൈകുന്നേരം പോകും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സന്തോഷത്തിൻ്റെ ഒരു ദിനം തന്നെയാണ്. നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് ഈ പാട്ടുകാരനും അതുപോലെ തന്നെ CIക്കും കൊടുക്കാം. നമ്മുടെ ക്യൂമിക്സിൻ്റെതാണ്, ഈ ക്യൂ സ്പൈസസിൻ്റെതാണ് ഈ ഗിഫ്റ്റ്. നമ്മുടെ CI സാറ് തന്നെ അത് എല്ലാ പോലീസുകാരും ഒന്ന് വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഒരു ഇവിടുത്തെ ഒരു സ്പൈസസ് ആണ്, എല്ലാവർക്കും കൂടി ചേർന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് നമ്മൾ നൽകുകയാണ്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരു ഹാപ്പി ഓണം എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായി. തീർച്ചയായും. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പാലക്കാട് ചിങ്ങൻപാറ ഗ്രാമവാസികളുടെ ശ്രദ്ധയ്ക്ക് അവിടെ സമ്മാനവുമായി നിഖിൽ പ്രമേഷ് എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, രാജ്യത്തെ ഏറ്റവും മികച്ച 10 ഗ്രാമങ്ങളിൽ ഒന്നാണ് കൊല്ലങ്കോട്. അപ്പൊ കൊല്ലങ്കോട് നിന്ന് തുടങ്ങി ആയിരങ്ങൾ പതിനായിരങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിഖിലിന്റെ ആ ജൈത്രയാത്ര തുടരുകയാണ്. ആരുടെ വീട്ടിലുമായ ഏരിയയിൽ എത്തിച്ചേരാം. നിഖിൽ പ്രമേഷ്. രാജ്യത്തെ ഏറ്റവും മികച്ച 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് കൊല്ലങ്കോടാണുള്ളത്. ഈ ചെല്ലഞ്ചേട്ടൻ്റെ കട ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൊല്ലങ്കോട് ഈ മലയാളിയുടെ ഒരു ഗൃഹാതുര ഓർമ്മകളിൽ ഏറ്റവും മനോഹരമായ ഫ്രെയിമാണത്. അപ്പോൾ നമ്മൾ 24ൻ്റെ ഇന്നത്തെ ഈ തിരുവോണ സമ്മാനങ്ങൾ വിവിധ വീടുകളിലേക്ക് സർപ്രൈസായി നമ്മൾ ചെന്ന് അവർക്ക് സമ്മാനം നൽകുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം പാലക്കാട്ട് ആദ്യത്തെ ഈ സമ്മാനം നമ്മൾ നൽകുന്നത് ഈ കൊല്ലങ്കോടുള്ള, അതായത് ഏറ്റവും മികച്ച സ്ഥലമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കൊല്ലങ്കോടുള്ളൊരു വീട്ടിലേക്ക് നമ്മൾ സർപ്രൈസായി കടന്നു ചെല്ലുകയാണ്. ആ വീടിന് മുന്നിൽ പൂക്കളമൊക്കെ ഇതിനോടകം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് കയറാമെന്ന് കരുതി. അവർക്കൊരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ആരാ ഉള്ളത് ഇവിടെ? അമ്മ നമസ്കാരം. 24 ചാനലിൽ നിന്ന് വരികയാണ്. കുട്ടികൾ പൂടുന്നൊക്കെ കണ്ടു നേരത്തെ. ഇതെന്താ നിങ്ങൾ പൂവിൽ വേറെ എന്തെങ്കിലും ഇതെന്താ ഇത്? ഒരു കളർ ആഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തതാ അല്ലേ? അപ്പോൾ അമ്മ ഞങ്ങൾ ഇന്നിവിടെ വന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങളിപ്പം പല വീടുകളിലും ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് പോയിട്ട് ഒരു ഓണ സമ്മാനം തരാൻ വേണ്ടി വന്നതാ. അപ്പം അമ്മയ്ക്ക് ഒരു ഓണ സമ്മാനം തരട്ടെ ഞാൻ? എവിടെ ഇതാ ക്യൂ സ്പൈസസ് നൽകുന്ന ഒരു ഓണ സമ്മാനം നമ്മൾ പാലക്കാട് ആദ്യമായിട്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഇനി പല വീടുകളിലേക്ക് ഞങ്ങൾ വരും. പാലക്കാട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഈ അമ്മയ്ക്കാണ്. അപ്പോൾ സന്തോഷമായില്ലേ? ഞങ്ങൾക്ക് 24ന് ഈ എല്ലാ നാട്ടിലെയും വീടുകളിലേക്ക് ഞങ്ങളിങ്ങനെ സർപ്രൈസ് ആയിട്ടേ വീടുകളുടെ ഉള്ളിലേക്കൊക്കെ കടന്നു വരികയാണ്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, മസാല ഉണ്ടാക്കുന്നുണ്ട്, ഇഞ്ചിപ്പുളി, പായസം, അടപ്രഥമൻ. ഞങ്ങൾ എത്ര സമയം വെയിറ്റ് ചെയ്താൽ പായസം കുടിക്കാം? പായസം പറഞ്ഞാൽ ഒരു 12 മണിയാകുമ്പോഴേക്കും വെക്കും. പാല് കറന്നു കഴിഞ്ഞു. നമുക്ക് ഒരുപാട് വീടുകളിലേക്ക് പോകാനുണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ നിന്നിട്ട് പായസം കുടിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പാലക്കാട്ട് നമ്മുടെ ആദ്യ വീട്ടിൽ നമ്മൾ വിതരണം ചെയ്തു. ഇനിയും പല വീടുകളിലേക്ക് ഞങ്ങൾ എത്തും. നിങ്ങളിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക. മാഷ്മി, ഈ പയ്യൻസ് കുഴപ്പക്കാരൊന്നും അല്ലല്ലോ, വീട്ടിനുള്ളിലൊക്കെ കയറി പോയി. നമ്മള് വീട്ടിന് പുറത്തു നിന്നാവെന്ന് പറഞ്ഞതാ. ഞാൻ നിഖിലൊരു പാട്ട് പ്രതീക്ഷിച്ചു. നിഖിലിന് പക്ഷേ നിഖിലിപ്പം കേട്ടോണ്ടിരിക്കുകയായിരിക്കും. പാടിച്ചതുമില്ല, പിന്നെ പറയും കൂടെ ചെയ്യുന്നു, നാറ്റിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ റിജിത്ത്, നമുക്കിപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ടോ റിജിത്തെ? അതെ, അത് കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നാണ്. പേരാമ്പ്ര ടൗണിന് സമീപത്ത് കാട്ടാന ഇറങ്ങി എന്നുള്ളതാണ്. കാട്ടാന ഇറങ്ങി? അതെ അതെ. ടൗണിലോ?
അതെ, പേരാമ്പ്ര ടൗണിന് സമീപം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഷാഹിദ് റഹ്മാനിലേക്ക് കടക്കാം. ഇങ്ങനെ സ്ഥിരമായി പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ തീരദേശത്തെ പ്രശ്നങ്ങളൊക്കെ, കാട്ടാനയ്ക്ക് എന്തോന്ന് ഓണം, വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ. അതുപോലെ ഉള്ളൊരു വാർത്തയാണ്, ജനവാസ മേഖലയിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കാട്ടാന എത്തിയത് എന്നുള്ളതാണ് വിവരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഷാഹിദ് റഹ്മാൻ പേരാമ്പ്രയിൽ നിന്ന് തത്സമയം അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാഹിദ്, എന്താണ് സംഭവിച്ചത്? നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? ഇപ്പോഴും ആശങ്കയോടെ തുടരേണ്ട നിലയുണ്ടോ? തുടർച്ചയായി ഈ വന്യമൃഗ ഭീഷണിയുള്ള പ്രദേശമാണോ? എന്താണ് നാട്ടുകാർ പറയുന്നത് ഷാഹിദ്? റിജിത്ത്, SKN, നിലവിൽ ചെറിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇവിടെ ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇത് ഏത് ഭാഗത്തേക്കാണ് വരിക എന്നത് സംബന്ധിച്ചൊരു കൃത്യതയില്ല എന്നുള്ളതാണ്. നിലവിൽ ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ ആന ജനവാസ മേഖലയിൽ, അതായത് ഇവിടുത്തെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ റോട്ടിലേക്ക് ആന ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. അപ്പം അവർക്കൊപ്പമാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഈ റോഡും അതുപോലെ തന്നെ തൊട്ട് സമീപത്തായിട്ട് മറ്റൊരു റോഡുമുണ്ട്. അപ്പം ഈ 2 ഭാഗങ്ങളിൽ ഇതിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആന ഇറങ്ങി വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ്, അതുപോലെ തന്നെ RRT, അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഏത് ഭാഗത്താണ് ഇപ്പോൾ ഇത് കയറിയിട്ടുള്ളത്? അങ്ങനെ ആന പൈതോത്ത് ഭാഗത്തു കൂടിയാണ് ആന വന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് വന്ന വടക്കേൽ സിൽവർ കോളേജിൻ്റെ കുറച്ച് പുറകിലായിട്ട് വടക്കേൽ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ വന്നിട്ട് നേരെയാണ് കയറിയത്. മുകളിൽ കയറിക്കഴിഞ്ഞ് രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നത്, അത് മറ്റേ മുളക് പൊട്ടിച്ച് കഴിക്കുന്നതാണ് ആളുകൾ കണ്ടത്. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരു പ്രാവശ്യം അത് ഇങ്ങോട്ട് ഇറങ്ങി ഓടിയാരോ, അതിൽ മറ്റേ ഫോറസ്റ്റിലൊരു ഉദ്യോഗസ്ഥൻ വീണിട്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മുകളിൽ തന്നെയുള്ള ആളുകൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പിന്നെ വെച്ചാൽ ആന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് ആനേനെ ആൾ കണ്ടിക്കില്ല, മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾ കാണുന്നുണ്ട് ആനേൻ്റെ അടുത്തുകൂടിയാണ് പോയെന്നുള്ളത്. അതോടുകൂടി വരുന്ന ആളുകളെ കംപ്ലീറ്റ് അങ്ങോട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് വാഹനമൊക്കെ ഇതിൽ പോകുന്നുണ്ടായിരുന്നു, ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. നിലവിൽ ഈ 2 വഴികളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇന്ന് ഇതിനെ താഴെ ഇറക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കാട്ടിലേക്ക് പറഞ്ഞുവിടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉള്ളത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഓണമാണെന്നൊന്നും ആനയ്ക്ക് എന്തായാലും അറിയില്ല. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആന കാട് കയറുമോ എന്നുള്ള കാര്യം. ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ. ഈ പാമ്പ് PP ജെയിംസ് ആണ്, പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ PP നമ്മൾ അവിടെ ആടിക്കൊണ്ടിരിക്കുക, നമ്മളിവിടെ വേറെ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് സദ്യവട്ടം അതിന്റെ അവസാന മിനിറ്റിലേക്ക് കിടക്കണം. കുറച്ച് ഉപ്പേരി കൂടെ അറിയാവുന്ന ഒരാളെ വിളിച്ചാലോ? എന്റെ ഭാര്യ വന്നു. അതാണ് വരൂ ഉഷ, കണ്ണാടിയൊക്കെ ഊരിയിട്ട് അവിടെ വരൂ. കണ്ണാടിയൊക്കെ പുറത്ത് കാണിക്കണ്ട അല്ലേ? അപ്പൊ ഇതിനൊരു പണി അറിയാവുന്ന ഒരാൾ വേണമല്ലോ. ഓക്കെ നമുക്ക് കുറച്ച് ഉപ്പേരി ഓക്കെ. അപ്പൊ ഉപ്പേരി വറ 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 പറഞ്ഞോളൂ. ഉപ്പേരി വറ 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 അങ്ങനെ പറഞ്ഞിട്ടോ. ഉപ്പേരി വറ മതിയായിരിക്കും അല്ലേ? തൽക്കാലത്തേക്ക് ആയിട്ട് തോന്നുന്നു അല്ലേ? നല്ല എണ്ണ, നല്ല തിളച്ച് നല്ല തിളതളാണ്. വിജയ PCR ഇൻസ്ട്രക്ഷൻ വന്നു, തുപ്പല് തെറിക്കല്ലേ? പറവറാന്ന് വരുമ്പോ തുപ്പല് തെറിക്കൂല, അത് ദൂരെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇപ്പൊ ഉപ്പേരിക്ക് കൂടെ നിൽക്കുന്ന പയ്യനുണ്ടല്ലോ, ഉടനെ നമുക്കൊരു സദ്യ തരും. ഗോകുൽ രവി വിവാഹിതനാകാൻ പോകുന്നു. SKN ആരാധികമാരുടെ നെഞ്ചിൽ ആയിരക്കണക്കിന് ആരാധകരെ ആ വാർത്ത ഇങ്ങനെ ഗോകുൽ രവിയും കല്യാണം കഴിക്കുന്നു. ഫ്രിജിന്റെ വകയായിട്ടൊരു പാട്ട്, മംഗളം ആരാധികമാരുടെ നെഞ്ചിടിപ്പിങ്ങനെ മംഗളം നേരുന്നു പഠിക്കും. മംഗളം നേരുന്നു ഞാൻ മനസ്സിന് മംഗളം നേരുന്നു ഞാൻ. ഈ പാട്ട് ഇപ്പൊ എന്തിനാ ഇവിടെ പാടുന്നു? അത് SKN പറഞ്ഞു പാടി. അല്ല ഗോകുലേ, ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പറ്റുന്ന പേര് ആര്യലക്ഷ്മി എന്നാണ്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു.
അവര് ഉറച്ചോ? നിശ്ചയം കഴിച്ചു എസ്കേൻ. 22 നിശ്ചയാണ് എസ്കേൻ. ആ അല്ല ആ ആര്യലക്ഷ്മിയുടെ ക്ഷമാശീലം അമ്പേ കേമം ഗോകുലത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ യഥാർത്ഥത്തില് ഈ ആര്യലക്ഷ്മി വിവാഹം കഴിക്കുന്ന കാര്യം വീട്ടുകാരെ ഒരു അറിയിപ്പായി എടുത്ത് ആളുകളെയൊക്കെ അറിയിക്കണം. എന്ത് വേണം? രണ്ട് ദിവസം ലീവ് കൊടുക്കാം അല്ലേ? 2 ദിവസം 1.5 ദിവസം പോരെ? 1 ദിവസം, അതെ. ഒരു ദിവസം വണ്ടി യാത്ര ചെയ്ത് അവിടെ ചെല്ലാനും 1/2 ദിവസം ഇങ്ങോട്ട് യാത്ര ചെയ്യും. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ റെഡി, ഉപ്പേരി റെഡി. അപ്പൊ ആഷ്മി എസ്കേൻ നമ്മുടെ ഓണ സമ്മാനമായിട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയാലോ? ഓക്കെ റെഡി. അപ്പൊ നമുക്ക് ഇനി ആഷ്മി എന്തോ പറയാനുണ്ട്? ആഷ്മി ഒന്നുമില്ല, നമ്മുടെ ഓണ സമ്മാനമായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് പോകണം എസ്കേൻ. അവിടെ ആനേറയിൽ പ്രേക്ഷകർക്കുള്ള സമ്മാനമായി നമ്മുടെ അലക്സ് റാമും എത്തിയിട്ടുണ്ട് എസ്കേൻ. അപ്പൊ അലക്സ്, ആനേറയിൽ എവിടാ, ഏത് വീട്ടിലാ, എവിടാ സർപ്രൈസ്? കാശ്മീർ എസ്കേൻ ഒന്നുകൂടെ ഓണാശംസ. ഞാനിങ്ങനെ ഈ നഗരത്തിന്റെ വിവിധ ഇടങ്ങൾ നടക്കുകയായിരുന്നു. നഗരത്തിൽ തന്നെ നമ്മുടെ ഈ സമ്മാനത്തിന് അർഹരായവർ നിരവധി. നമുക്കൊന്ന് പെട്ടെന്ന് പോയി ഒന്ന് സർപ്രൈസ് കൊടുക്കാൻ പാകത്തിലുള്ള ആളുകളുണ്ട്. ഞാൻ ഈ ആനാറയിലാണ് കവി മുരുകൻ കാട്ടാക്കടയുടെ വീട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ പുറത്തേക്ക് പോകുമായിരുന്നു. അവിടെ ഒരു കൊച്ചുപയ്യൻ, അവൻ ആദി എന്നാണ് അവൻ്റെ പേര്. അവന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ വീടാണ്, ആദിയുടെ വീടാണിത്. ആദി ഇവിടെ ഞാൻ വരുമ്പോൾ പുറത്തുനിന്ന് ഓടി കളിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ആദിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ആദിയെയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആദിയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവരുടെ ഓണം ആഘോഷിക്കുകയാണ് അവരുടെ വീട്. ചേട്ടാ എന്തായി ഓണം? എന്തായി? എന്താ മോനെ ഓണാഘോഷമൊക്കെ എന്തായി? ഓണക്കോടിയൊക്കെ എടുത്തോ? എന്താണ് അവന് മൈക്ക് വേണം. ഹാഷ്മി അവന് മൈക്ക് വേണമെന്നാണ് കേട്ടോ പറയുന്നത്. ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പൊ ഇത്തവണത്തെ ഓണം? എങ്ങനെയുണ്ട്? ചേച്ചി എന്തായി? സദ്യവട്ടമൊക്കെ ഒരുക്കിയോ? തീർച്ചയായും. പിന്നെ ഒരു സമയം ഉണ്ടെങ്കിൽ ചോറ് കൊണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്താ ഇന്ന് ഇപ്പം ഏത് സ്കൂളാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫിലാണ് പഠിക്കുന്നത്. ഇവിടെ വന്ന് ഭയങ്കര കളി കളിക്കുന്നതുകൊണ്ട്, മരത്തെ കയറി ഇരിക്കുന്നതുകൊണ്ട്. എന്താണ് പരിപാടി? പാട്ട് പാടുവോ? പാട്ട് പാടാൻ അറിയില്ല? ഒരു പാട്ട് പാടാൻ പാടൂ ഓണനിലാവിൻ പാടൂ. അതായത് ആദിയുടെ അച്ഛൻ മനോഹരമായി പാട്ട് പാടുകയാണ്. എന്നാണെങ്കിൽ ആദിക്ക് നമ്മളൊരു സർപ്രൈസ് സമ്മാനം കൊടുക്കുകയാണ്. സ്കാൻ ഇവിടെ എത്തി നമ്മൾ 24-ന്റെയും ഒപ്പം ക്യൂ സ്പൈസസ് നൽകുന്ന ഒരു സമ്മാനം ആദിക്കും ആദിയുടെ കുടുംബത്തിനും ഞങ്ങൾ നൽകുന്നു. അവരുടെ ഓണത്തിനോടൊപ്പം, അവരുടെ ഓണാഘോഷങ്ങൾക്കൊപ്പം 24 കൂടി ഭാഗമാകുന്നു. സ്കാൻ അഭിമാനത്തിന്റെ ഒരു സമയം കൂടി, സന്തോഷത്തിന്റെ ഒരു സമയം കൂടിയാണെന്ന് പറയുന്നു. നമ്മൾ ഓണസമ്മാനവുമായിട്ട് എബിൻ ജോസ് ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. എബിൻ ജോസ് വീട്ടിലേക്ക് പോകുന്നു ഓണസമ്മാനവുമായി തൊടുപുഴയിലേക്ക്. എല്ലാരും കരുതിയിരിക്കുക, വീട്ടിൽ വന്ന് കയറും ആൾക്കാർ അല്ലേ? സ്പൈസസിന്റെ ഓണസമ്മാനം 24 നൽകുന്ന ഓണസമ്മാനം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ തൊടുപുഴ ചാലശ്ശേരിയിലുള്ള അമ്മണി ചേച്ചിയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവർ ഒരു പരമ്പരാഗതമായിട്ട് സാമ്പ്രാണി തിരികെയൊക്കെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ 24-ന്റെ വലിയൊരു പ്രേക്ഷകയൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് വിളിച്ചു നോക്കാം അവരിവിടെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അമ്മണി ചേച്ചി, ഹലോ ചേച്ചി, ഞങ്ങൾ 24-ൽ നിന്നാണ് 24-ന്റെ ഒരു ഓണസമ്മാനം തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ക്യൂ സ്പൈസസ് ആണ് ഈ ഓണസമ്മാനം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഇത് ആദ്യം തരികയാണ്, മേടിച്ചോളൂ. സന്തോഷമായിരിക്കണം. ഓണം ചെറുതായിട്ടൊക്കെ ഒരു ആഘോഷിക്കാൻ പറ്റുള്ളൂ. മോന് സുഖമില്ലാത്ത കാരണം വിഷമങ്ങളൊന്നും ഉണ്ടാവണ്ട. ഓണം നമ്മളെല്ലാം കഴിച്ചു പൊളിച്ച് ആഘോഷിക്കാം. ഹാപ്പി ഓണം എല്ലാവർക്കും. 24 കാണാറുണ്ടല്ലോ? കാണാറുണ്ട്. അത് വളരെ ഇഷ്ടമുള്ളൊരു ചാനലാണ്. ഞങ്ങൾ കാണാറുണ്ട്, ഇന്ന് എല്ലാ ദിവസവും കാണാറുണ്ട്. നന്നായിട്ട് പോവുക, ഓണം ആഘോഷിക്കുക, വിഷമങ്ങളെല്ലാം മറക്കുക രീതിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യൂ സ്പൈസസിൻ്റെ സമ്മാനം ചേച്ചിക്ക് മറ്റും തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഏതായാലും നമ്മൾ സമ്മാനം നൽകി കഴിഞ്ഞു. ഇനിയുമുണ്ട് നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24. ഈ അവതാരപുലികളെന്ന ഈ പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പല വീടുകളിലും, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ വീടുകളിലൊക്കെ തന്നെ നമ്മുടെ വാർത്താ സംഘം ഓണാശംസകൾ നേരാനും സമ്മാനപ്പൊതി വിതരണം ചെയ്യാനും എത്തിയിട്ടുണ്ട്. ഈ സമ്മാനപ്പൊതികളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്യൂ സ്പൈസസ് ആണ്. താങ്ക് യു ക്യൂ സ്പൈസസ്. ശ്രീനിത കൃഷ്ണൻ. ആരാണ് ഈ കൃഷ്ണൻ? അച്ഛൻ. അച്ഛാ, മകളൊരു വാർത്ത പറയാൻ പോകുന്നു. അപ്പൊ നമ്മള് ഇനി സർപ്രൈസ് സമ്മാനമായിട്ട് പോണത് എവിടേക്കാ? എവിടേക്ക് അറിയില്ല എനിക്ക്. നമ്മളോട് ചോദിക്കാം എവിടേക്കാണോ? സമീർ ബിൻ കരീം ഉണ്ട്. ആ ഗഡി ആരാണ്?
ഈ സമീർ ബിൻ കരീം നമ്മുടെ തിരുവല്ല റിപ്പോർട്ടർ പുള്ളിക്ക് സുഖാണ്. സുഖമാണ്, നമുക്ക് ചോദിക്കാം. എന്തിട്ടോ ഈ സമീർ ബിൻ കരീമിന്റെ കാര്യം എപ്പോഴും ഉണ്ടായാൽ മതിട്ടാ. അവിടെ സാറിനൊരു കാര്യം പണിയുണ്ടോ? നീ പണിയുണ്ട്. എന്നെ സമീർ ബിൻ കരീം ഇങ്ങോട്ട് വന്നേ. SSKയിലുള്ള പണിയും കൂടി ഉണ്ട്, നമുക്ക് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ കട്ടച്ചിറ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. ഇവിടെ 24ന്റെ ഒരു രേഖ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയുണ്ട്. അവരുടെ വാടക വീട്ടിലാണ് താമസം. നമുക്ക് ഈ വീട്ടിലേക്കൊന്ന് കാര്യം നോക്കാം. ചേച്ചി എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കണേ. സർപ്രൈസ് ആയിട്ട് ഒരു വരവ്. നമ്മളിങ്ങനെ 24 ഇങ്ങനെ ഒരു സമ്മാനമൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇറങ്ങിയതാ. അപ്പൊ ഇങ്ങനെ ഏതൊരു വീട്ടിൽ കയറുക, സമ്മാനം കൊടുക്കുന്നതാണ് നമ്മുടെ പരിപാടി. ഭാഗ്യം, സന്തോഷം. സർപ്രൈസ് ആയിട്ട് വന്നതിൽ സന്തോഷം. ഞങ്ങൾ 24ന്റെ സ്ഥിരം പ്രേക്ഷകരാണ്. ഇപ്പൊ ഇന്നൊക്കെ തിരക്കായിട്ട് അടുക്കളയിലായിട്ട് ഞാൻ അടുക്കളയിൽ തന്നെയാണ്, എങ്കിലും കാണുന്നുണ്ട്. 24ന്റെ ഫാമിലിയാണോ? ഓണാഘോഷം എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. വലിയ ആഘോഷങ്ങളില്ല? വലിയ ആഘോഷങ്ങളില്ല. ചെറുതായിട്ട് വൈഫിന്റെ അമ്മ മരിച്ചോണ്ടേ വലിയാത്ത പരിപാടിയൊന്നും ഇല്ല. എന്നാലും ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ മാത്രം. ആയിട്ടൊരു അങ്ങനെ ഒരു വിഷമാവസ്ഥ അല്ല. എല്ലാ വീട്ടുകളിലും ഇപ്പോൾ ഓണം കുറവാണ്. ആരെയും ബന്ധുക്കളും ഞങ്ങൾക്ക് മൊത്തമായിട്ട് കുടുംബത്തിൽ ഫാമിലിയിലത്തെ കുറേ മെമ്പേഴ്സ് ഇങ്ങനെ മരിച്ച കാരണമായിട്ട് എങ്കിലും ഓണം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ പൂക്കളം ഇട്ടിട്ടില്ല, മാവേലി വെച്ചിട്ടില്ല. അല്ലാതെ ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം അതൊരു നിങ്ങൾ വന്നപ്പോൾ അതൊന്നും ഇല്ല എന്നുള്ളൊരു ദുഃഖം. അപ്പോൾ ക്യൂ സ്പൈസസ് ആണ് ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് വാങ്ങിച്ചാലോ? എന്തുണ്ട്, ഹാപ്പിയായോ? ഹാപ്പി, സന്തോഷം. പിന്നെ സ്പെഷ്യലി SK സാറിനോട്. SK സാറോട് എന്താ പറയാനുള്ളത്? അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇനിയും കാണാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ കാണും. പിന്നെ അതല്ല ഭയങ്കര ആരാധകരാണ്, അത് പ്രത്യേകം പറയണം. 24ന്റെ വലിയ പ്രേക്ഷകരാണ്. ഈ കുടുംബം മൊത്തം 24ന്റെ ആളുകളാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് കുടുംബ പ്രേക്ഷകർ നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് 24 വളരെ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഒരിക്കലും പ്രേക്ഷകരെ വിട്ടുള്ള ഒരു കളിയില്ല. പ്രേക്ഷകർക്കൊപ്പം തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ 5 മണിക്കൂറോളം കടന്നു കഴിഞ്ഞു ഈ അവതാര പുലികൾ ആരംഭിച്ചിട്ട്. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഫ്ലവേഴ്സിൽ മോഹൻലാൽ വിരുന്നുകാരനായി എത്തുന്നു. അല്പനിമിഷങ്ങൾക്കകം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4ന്റെ ഗ്രാൻഡ് ഫിനാലെ അവിടെ ആരംഭിക്കുന്ന മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എത്തുന്നു. അപ്പോൾ മോഹൻലാൽ പാടുന്നുണ്ട്, ആടുന്നുണ്ട്, എല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കും. അപ്പോൾ കുട്ടികളുടെ അന്തിമ പോരാട്ടം നടക്കും. ഈ പരിപാടിയിൽ ഗോകുലം ഗോപാലേട്ടൻ മുഖ്യ അതിഥിയാകും. അതേപോലെ കുട്ടികളുടെ അന്തിമ പോരാട്ടത്തിന് സാക്ഷിയാകാൻ നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലും എത്തുന്നു. അപ്പം നിങ്ങൾ ഫ്ലവേഴ്സ് കാണുക. അപ്പോൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ നേരമാകുന്നു. നമ്മുടെ ഒരു നല്ല ഓണസങ്കല്പത്തിലാണ് നമ്മൾ മഹാബലിക്ക് സ്വീകരണം നൽകുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം സമുചിതമായി ആഘോഷിക്കുന്ന ഈ സദ്യവട്ടത്തിൻ്റെ ഒരുക്കമാണ്. നമ്മുടെ സദ്യയും പൂർത്തിയായി കഴിഞ്ഞു. ചീഫ് ഭണ്ഡാരി എല്ലാം റെഡിയാണ്. യു പ്രദീപ് കഴിക്കാൻ തയ്യാറായോ? നല്ലൊരു കഴിപ്പുകാരനല്ലേ? തീർച്ചയായും. ഓക്കെ, അതും വേണമല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതിയോ? കഴിക്കാൻ ആള് വേണ്ടേ? ഇല ഇടുന്നു, വിളമ്പുന്നു, കഴിക്കുന്നു. കൈ എഴുതാതെ പോകുന്നു. നിർബന്ധമില്ല. ഓക്കെ, നിർബന്ധമില്ല. വിജയകുമാർ ആയിരുന്നു ചീഫ് ഭണ്ഡാരി, ചീഫ് കുക്ക്, മാസ്റ്റർ ഷെഫ് മിസ്റ്റർ വിജയകുമാർ. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിങ്ങളൊരു നല്ല നിലയിലെത്തും. കോളേജിലല്ല, മറ്റേതെങ്കിലും ഒരു നിലയിലെത്തും എന്നാണ് എന്റെ വിശ്വാസം. അടിക്കാൻ സാധ്യത. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം ഞങ്ങൾക്ക് വളരെ ആഹ്ലാദമായി. നിങ്ങൾക്കും ഈ നമ്മൾ അനൗപചാരികമായി നടത്തിയ ഈ അഭ്യാസ പ്രകടനം ഇഷ്ടമായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ അവതാരകരുടെയും പേരിൽ ഹാപ്പി ഓണം.